ഹലോ ഹലോ എവ്രിവൺ. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ ദിനേന എന്നോണം സംഘടിപ്പിച്ചു വരുന്ന സൗജന്യ വെബിനാറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഫൈസൽ സി എ, വിംബിൾ അക്കാദമിയുടെ ഡയറക്ടറാണ്. ഒരുപാട് മാസക്കാലമായിട്ട് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ദിവസവും ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ അധികരിച്ചുകൊണ്ട് നമ്മുടെ ഫാക്കൽറ്റികൾ ദിനേന എന്നോണം മെന്റൽ ഹെൽത്ത് മേഖലയിൽ നമ്മളുടെ അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനും നിരന്തരമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യന്മാര് നമ്മളെപ്പോലെയുള്ള മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ മനസ്സിലാക്കാനും അവർക്ക് ഏറ്റവും മനോഹരമായി അവർക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നൽകാനും അവരെന്തൊരു പ്രയാസമാണോ എന്തൊരു പ്രശ്നമാണോ നമ്മളോട് ഉന്നയിച്ചത്, അല്ലെങ്കിൽ അവർ വരുന്ന സമയത്ത് നമുക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നത്, അതിനേക്കാൾ മനോഹരമായിട്ട് നമുക്ക് അവരെ തിരിച്ചുവിടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. അതിലേക്ക് പടിപടിയായി ഓരോരുത്തരെയും ഉയർത്തിക്കൊണ്ടുവരാനാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള വെബിനാറുകൾ നമ്മൾ സംഘടിപ്പിച്ചു വരുന്നത്. വിംബിൾ അക്കാദമിയിൽ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകളും വർക്ക്ഷോപ്പുകളും ഒക്കെ ഞങ്ങൾ സംഘടിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് നമുക്ക് നിങ്ങളോട് അറിയിക്കാനുള്ള ഒരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിംബിൾ അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ സംഘടിപ്പിച്ച 3 മാസത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതിൻ്റെ 3 ബാച്ചുകൾ നമുക്ക് മനോഹരമായി സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസോർഡർ മാനേജ്മെന്റ്, അതിൻ്റെ കോഴ്സും നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതിൻ്റെ ഒരു കോൺവെക്കേഷൻ പ്രോഗ്രാം ഈ ഞായറാഴ്ച, ഈ വരുന്ന 29-ാം തീയതി വിംബിൾ അക്കാദമിയുടെ ഓഫീസായിട്ടുള്ള തൃശ്ശൂരിൽ വെച്ച് നമുക്ക് സംഘടിപ്പിക്കാൻ നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലേക്ക് ഈ ഒരു മഹത്തായിട്ടുള്ള ഒരു പ്രോഗ്രാമിലേക്ക് ആ ഒരു പാർട്ടിസിപ്പൻസുകൾ അതിൽ പങ്കെടുത്ത, അതിൽ പ്രാക്ടിക്കൽസും അതേപോലെ തന്നെ അതിൻ്റെ ലേണിംഗ് മെത്തേഡുകളും ഒക്കെ പഠിച്ചുകൊണ്ട് അതിലേക്ക് ഗ്രാജുവേഷൻ നേടാൻ ഏകദേശം 60-ലധികം പേര് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും എത്താൻ പറ്റിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹവും സന്തോഷവും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, ചെറിയ ഫീസിൽ 500 രൂപ 600 രൂപ തുടങ്ങിയിട്ടുള്ള ചെറിയ ഫീസിൽ നമ്മൾ സൈക്കോളജി പഠിപ്പിക്കുക, അതല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഓരോരോ ചെറിയ ചെറിയ തെറാപ്പികളൊക്കെ നമ്മൾ പഠിപ്പിച്ച് മുന്നോട്ട് വന്ന സമയത്ത്, അത് ഞങ്ങൾ തുടങ്ങിയ സമയത്ത്, ഞാനും നിസാവ് സാറൊക്കെ തുടങ്ങിയ സമയത്ത് ഒരിക്കലും ഇത്രയും ആളുകൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, ഇത്രയും ആളുകൾ ഈ ഒരു രീതിയിൽ കോഴ്സുകളൊക്കെ നൽകുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ സ്വീകരിക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ഏകദേശം 5000-ലോ 10,000-ലോ അധികം സ്റ്റുഡൻസുകൾ നമ്മുടെ വ്യത്യസ്തമായിട്ടുള്ള കോഴ്സുകൾ ഇപ്പോൾ പഠിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലേക്ക് നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചു. അതൊരു വലിയ രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ ആ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ ഓരോരുത്തരെയും അറിയിക്കാൻ ഈ ഒരു സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഇനിയും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഒരുപാട് മനുഷ്യന്മാരിലേക്ക് നമ്മുടെ അറിവും നമ്മുടെ കഴിവും ഒക്കെ നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സെഷൻ മെറ്റാ കോഗ്നിറ്റീവ് തെറാപ്പി ഫോർ ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ എന്നുള്ള ഒരു ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ഒരുപാട് കാലങ്ങളായിട്ട് നിസാവ് സാറ് വെള്ളിയാഴ്ചകളിൽ ഇത്തരത്തിലുള്ള ഡിഫറെന്റ് ടോപ്പിക്കുകളെ അധികരിച്ചുകൊണ്ടുള്ള സെഷൻസ് ആണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതിന്റെ എല്ലാം റെക്കോർഡുകൾ വിംബിൾ അക്കാദമി എന്നുള്ള യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. സമയം കിട്ടുമ്പോഴൊക്കെ പഴയ സെഷനുകളിലൊന്നും അറ്റൻഡ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും അതിൽ അറ്റൻഡ് ചെയ്യണം. അതേപോലെ തന്നെ അതിന്റെ PPTകളും നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ അതെല്ലാവരും ഉപയോഗപ്പെടുത്തുക. നമ്മുടെ നിസാവ് സാറിനെ സംബന്ധിച്ചിടത്തോളം കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, സൈക്കോ തെറാപ്പിസ്റ്റ് ആണ്. ബെക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് നിസാവ് സാറ് CBT ട്രെയിൻഡ് ആയിട്ടുള്ളത്. അതേപോലെ തന്നെ IBT, ABA തുടങ്ങിയിട്ടുള്ള ലൈസൻസുകൾ നിസാവ് സാറിനുണ്ട്. അപ്പോൾ ആ രീതിയിൽ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളെയാണ് നമുക്ക് ഈ ഒരു സെഷനിലേക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്.
അപ്പോൾ എല്ലാവരും ഈ ഒരു സെഷനെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നിസാവ് സാറിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഹൃദ്യമായി ഈ ഒരു വെബിനാറിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നിസാവ് സാർ, വെൽക്കം, പ്ലീസ്. താങ്ക് യു സർ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സർ. ഓക്കെ, എന്താണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും? സുഖം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു വെബിനാർ തുടങ്ങുകയാണ്. ഇപ്പോൾ ഞാൻ 2-3 ആഴ്ചയായിട്ട് എടുത്തിട്ടില്ല, നാട്ടിൽ ചെറിയ ബിസി ആയതുകൊണ്ടും ചില ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ആ ഒരു വെള്ളിയാഴ്ചത്തെ പ്രോഗ്രാം നിർത്തിവെച്ചതായി. ഇനിയിപ്പോൾ നമുക്ക് പഴയതുപോലെ ആവാം. ഓക്കെ, ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ വന്നത് എല്ലാവർക്കും എൻ്റെ സന്തോഷവും അതേപോലെ നല്ലൊരു ആർദ്രമായിട്ടുള്ള ഒരു സ്വീകരണം നിങ്ങൾക്ക് നൽകുകയാണ്. അപ്പൊ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു MCT അല്ലെങ്കിൽ മെറ്റാ കൊഗ്നിഷൻ തെറാപ്പി എന്നുള്ളത്? ഇല്ല സർ. ഇല്ല കേട്ടിട്ടില്ല. ഓക്കെ, ഈ ഒരു സാധാരണ നമുക്ക് സൈക്കോതെറാപ്പിയിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ട ഒരു തെറാപ്പി ഒന്നും അല്ല, എങ്കിൽ പോലും നമുക്ക് സാധാരണ ആയിട്ട് ഒരു സെഷനിൽ 10 സെഷന് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ തെറാപ്പിക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഏരിയ കൂടിയാണ്. ഇപ്പൊ സൈക്കോതെറാപ്പിയിൽ നമ്മൾ പഠിച്ച് 70 അബോ സൈക്കോതെറാപ്പികൾ നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ എല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സാഹചര്യം നമുക്ക് അതിന്റെ ആവശ്യം ഉണ്ടാവാറില്ല. എങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ എന്താണ് നമ്മൾ ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ഉപയോഗിക്കുന്ന സമയത്ത് പല തെറാപ്പികളിലും ചെറിയ ടൂളുകൾ നമുക്ക് ആവശ്യമായിട്ട് വരാറുണ്ട്. അതേപോലെ ഉപകാരപ്പെടുന്ന ഏരിയ കൂടിയാണ് MCT അല്ലെങ്കിൽ മെറ്റാ കൊഗ്നിഷൻ തെറാപ്പി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ആങ്സൈറ്റി ഡിപ്രഷൻ ഉള്ള ആളുകൾ നമ്മുടെ മുമ്പിൽ ആദ്യമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഇനിയിപ്പോൾ CBT ആണെങ്കിൽ പോലും DBT ആണെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് അപ്ലിക്കേഷൻ ലെവലിൽ പോകാൻ പറ്റില്ല. ചിലപ്പോൾ 1 സെഷനോ 2 സെഷനോ കഴിയേണ്ടി വരും കൊടുക്കണമെങ്കിൽ തന്നെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എന്താണ് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ മെറ്റാ കൊഗ്നിഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അവരിൽ നിന്നുള്ള ആ ഒരു ആങ്സൈറ്റി ലെവൽ ഒന്ന് മനസ്സിലാക്കാനും ഡിപ്രഷന്റെ ആ മൂഡ് എന്താണ് നമുക്ക് കുറച്ചു കൊടുക്കാനും പറ്റും. നമ്മൾ സാധാരണ പറയാറുണ്ട്, ചില ആളുകൾ ഡിപ്രഷനുള്ള ആളുകൾ എന്താ പറയാ, എനിക്ക് മൂഡുള്ള സമയത്ത് ഞാൻ ആക്ടിവിറ്റി ചെയ്യാം എന്നുള്ളത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു തെറാപ്പി കൊണ്ട് മെറ്റാ കൊഗ്നിഷൻ കൊണ്ട് സമയത്ത് ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് ആക്റ്റീവ് ആയിക്കൊണ്ട് എന്താണ് എൻ്റെ മൂഡ് കുറയ്ക്കാം എന്നുള്ള അല്ലെങ്കിൽ മൂഡ് മാറ്റാം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ സാധാരണ ചെയ്ത് കൊടുക്കാറുള്ളത്. ഓക്കെ, ഞാൻ ഒരു കുറച്ച് നേരത്തേക്ക് എൻ്റെ ഒരു വീഡിയോസ് ഒന്ന് ഓഫ് ആക്കുന്നുണ്ട്, ഈ കണ്ണിന് ചില പ്രയാസങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഓഡിയബിൾ അല്ലേ? ക്ലിയർ അല്ലേ? അതെ, ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു മെറ്റാ കൊഗ്നിറ്റീവ് അല്ലെങ്കിൽ MCT എന്ന് സാധാരണയായിട്ട് നമുക്ക് എന്താണ് ആ ഒരു തെറാപ്പിയിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ CBT ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കറിയാം CBT എന്ന് മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്ന ചിന്തകളാണ്. എന്താണ് ആ ഒരു സിറ്റുവേഷൻ അയാൾ ചിന്തിക്കുന്നത്, ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് അയാൾ എന്താണ് ചിന്തിക്കുന്നത്, ആ സംഭവത്തിൽ അയാൾക്ക് ഉണ്ടാവുന്ന റിയാക്ഷൻസിലൊക്കെ നമ്മൾ CBT പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു MCTയിലേക്ക് വരുന്ന സമയത്ത് ഇത് നമ്മുടെ ഒരു ചിന്തകൾ ഏത് ആണെങ്കിൽ പോലും ആ ഒരു ചിന്തകൾ എന്താണ് നമ്മൾ എങ്ങനെ ചിന്തകളെ കുറിച്ച് തന്നെ എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് അബൌട്ട് തിങ്കിങ്. അത് നമുക്ക് എന്തെങ്കിലും പ്രയാസമുള്ള സമയത്ത് ഏത് ചിന്തകൾ വരുന്നു, ആ ചിന്തകൾ ഉദാഹരണം ഒരു ആങ്സൈറ്റി ഉള്ള ആള് തന്നെ, അയാൾ മനസ്സിലൊരു ആങ്സൈറ്റി എന്തിനെങ്കിലും കുറിച്ചുള്ള ഒരു ആങ്സൈറ്റി അയാൾക്കുണ്ട്. ഒരു ബസ്സിൽ കയറാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ആ ബസ് കാണുന്ന സമയത്ത് അയാൾക്ക് ചിന്ത, എനിക്ക് ബസ് കയറിയാൽ പാനിക് ആവും അല്ലെങ്കിൽ ഇന്നത് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അയാൾ എങ്ങനെ ഇപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണ്, ഇങ്ങനെ ഞാൻ ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല, ചിന്തിക്കരുത്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്നും സംഭവിക്കാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ ഈ ഒരു ചിന്ത വളരെ മോശമാണ്, എനിക്ക് ഇത് എന്റെ ചിന്തകളെ നിയന്ത്രിക്കാൻ കഴിയില്ല, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ആ ഒരു സാഹചര്യം ഇങ്ങനെയുള്ള മനസ്സിലൂടെ വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ നമ്മൾ MCTയിലേക്ക് വരുന്ന സമയത്ത് മെറ്റാ കൊഗ്നിറ്റീവിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ ചിന്തകൾ മാറ്റാൻ ശ്രമിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത്. ചിന്തകൾ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ പ്രതികരണമാണ് ആ ഒരു സമയത്ത് നമ്മൾ മാറ്റി കൊടുക്കേണ്ടത്. അപ്പോ
നമുക്ക് DBT ഒക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ആ സമയത്ത് ഇമോഷനെ മാത്രം ഫോക്കസ്, എന്താണ് ഇമോഷൻസിനെ നോക്കുന്നത്, ഇമോഷൻ തന്റെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്. CBTയിൽ ഈ ഒരു ചിന്തകൾ കാരണം എനിക്ക് എന്താണ് സംഭവിക്കുന്നത്, ചിന്തകളെ മാത്രം ഫോക്കസ് ചെയ്ത്. പക്ഷെ ഇതിലേക്ക് വരുന്ന സമയത്ത് തിങ്കിങ് അബൌട്ട് തിങ്കിങ്, ആ ചിന്തകൾ കാരണം എന്റെ ശരീരത്തിലും എന്റെ മനസ്സിലും എന്ത് പ്രതികരണമാണ് ആ ഒരു സംഭവത്തെ കുറിച്ച് ഞാൻ അല്ലെങ്കിൽ ആ വ്യക്തി കാണിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരാൾക്ക് മെന്റൽ ഇൽനെസ്സും അല്ലെങ്കിൽ ഈ പറഞ്ഞ ആങ്സൈറ്റി, ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെത്തേഡിലേക്ക് പോവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഒരു OCD ഉള്ള ആള് ഏതെങ്കിലും കണ്ടാമിനേഷന് തൊട്ടു, അപ്പൊ അയാളെ ചിന്ത എന്തായിരിക്കും വരിക, എനിക്ക് രോഗമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ അവിടെ തൊട്ട് കഴിഞ്ഞ് എനിക്ക് ഞാൻ സിക്ക് ആവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഈ ഒരു സാധാരണ മെറ്റാകോഗ്നിഷൻ ചിന്തകൾ എന്താണ് പറയുന്നത്, പെട്ടെന്ന് തന്നെ ആ ചിന്ത വന്നത് കൊണ്ട് അയാൾ നേരെ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ വീണ്ടും കൈ കഴുകാൻ പോകുന്നു, അല്ലെങ്കിൽ വീണ്ടും കുളിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നു. അപ്പൊ ഇതേപോലെയുള്ള സമയത്ത് ആ ഒരു ചെക്ക് ചെയ്യുന്ന സമയത്തും ആ ഒരു ചിന്തകൾക്ക് റെസ്പോൺസ് കൊടുക്കുന്നത് കൊണ്ടും അയാളുടെ ലൈഫിൽ എന്ത് ചെയ്യും, ആങ്സൈറ്റി ലെവൽ വർദ്ധിക്കാനുള്ള സാധ്യതകൾ മാത്രമാണ്. അപ്പൊ MCTയുടെ ഒരു സമീപനം അല്ലെങ്കിൽ ഈ ഒരു തിയററ്റിക്കലി ആയിട്ട് പറയുന്നത് ഇതൊരു തോട്ട് മാത്രമാണ്, ഇത് ഒരു നോർമൽ ആണ്, അതിന് ഒരിക്കലും എന്താണ് പ്രതികരിക്കേണ്ട ആവശ്യമില്ല, അത് ഇഗ്നോർ ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് എൻഗേജ് ചെയ്യാതെ ഇരിക്കുക എന്നുള്ളതാണ് ഓവറോൾ ആയിട്ട് ഈ ഒരു തിയററ്റിക്കൽ പാർട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു തെറാപ്പിയിൽ തന്നെ മെയിൻ കോമ്പോണന്റ് ആയിട്ട് വരുന്നത് ചില കാര്യങ്ങളാണ്. അപ്പൊ ഏതൊക്കെയാണ് മെയിൻ കോമ്പോണന്റ് ഈ തെറാപ്പി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ, ഒന്ന് മെയിൻ ആയിട്ട് മെറ്റാകോഗ്നിറ്റീവ് നോളേജ് ആണ്, ബിലീഫ്. നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റിന് ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള അയാളുടെ വിശ്വാസങ്ങൾ ഏതൊക്കെ രീതിയിലാണ്, ആ ആ സംഭവം നടക്കുന്ന സമയത്ത് അയാൾ ഒരു ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി, ആ ചിന്തകളെ കുറിച്ചുള്ള അയാളുടെ വിശ്വാസങ്ങൾ ഏത് തരത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കുക. ഇപ്പൊ നാളെ ഫസ്റ്റ് സെഷനിൽ ഒരു ക്ലയന്റ് ഇങ്ങനെ പറയുക, എനിക്ക് ആങ്സൈറ്റി ആണ്, ഒരു പാമ്പിനെ പേടിയുള്ള ഒരാൾ. അപ്പൊ പാമ്പിനെ പേടിയുള്ള ഒരാൾ വന്ന സമയത്ത് കഴിഞ്ഞ ഒരു സെഷൻ ഞാൻ ഒരു സെഷൻ എടുത്ത സമയത്ത് ഒരു ലേഡി വന്നത് എനിക്ക് പാമ്പിനെ പേടിയാന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് ഉപയോഗിക്കുക പാമ്പിനെ കുറിച്ച്. അപ്പൊ ഒരു പാമ്പിനെ കാണുന്ന സമയത്ത് അവർ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയി, എന്റെ പാമ്പിനെ കാണാൻ എന്റെ കുടുംബത്തിന് എന്തൊക്കെയോ സംഭവിക്കാനുണ്ട്, അല്ലെങ്കിൽ നിരന്തരമായിട്ട് പാമ്പ് കാണുന്നത് എന്റെ വീടിന് എന്തൊക്കെയോ ദോഷമുള്ളത് കൊണ്ടാണ്, ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ. അപ്പൊ അവരോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ ഒരു ചിന്തകളെ കുറിച്ച് നിങ്ങളുടെ വിശ്വാസങ്ങൾ എന്താണ്, അത് ശരിക്കും നടക്കാനുള്ള സംഭവങ്ങളെയാണ്, ഈ ഒരു ചിന്തകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ഉറപ്പുണ്ടോ, ഇങ്ങനെ ഈ തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഫസ്റ്റ് ആയിട്ട് നമ്മൾ അവരെ മനസ്സിലേക്ക് പോകുന്നത്. അത് മാത്രമല്ല, ഇതിൽ 2 തരങ്ങളുണ്ട്, 2 ടൈപ്പ് ഓഫ് നോളേജ് ഉണ്ട്. അതിൽ ഒന്നാമത് എക്സ്പ്ലിസിറ്റ് ബിലീഫ് ആണ്, അതായത് അവർക്ക് തന്നെ ബോധപൂർവമായിട്ടുള്ള ചില വിശ്വാസങ്ങൾ അവർക്ക് തന്നെ അറിയാം, ഇത് എനിക്ക് ഇത് വലിയ സംഭവങ്ങളൊന്നും ഉണ്ടാക്കില്ല, ഇത് നോർമൽ ആയ ചിന്തയാണ്, മുമ്പ് എനിക്ക് പല എക്സ്പീരിയൻസും ഉണ്ട്, എന്റെ ലൈഫിൽ ഇങ്ങനെ ഒന്നും നടന്നിട്ടില്ല. അപ്പൊ അവർക്ക് തന്നെ അറിയാം ഇതൊരു കോൺഷ്യസ് ആയി നോർമലി ടോക്കാണ്. എങ്കിൽ പോലും എന്താണ് അവർ പറയണത്, ഇതിനെ കുറിച്ച് ഞാനൊരു ഹാംഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഞാൻ ഇതിനെ നല്ല രീതിയിൽ ഈ ഒരു തരത്തിൽ എനിക്ക് ആങ്ഷ്യസ് ആയിട്ട് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വെറി ചെയ്ത് കഴിഞ്ഞാൽ എന്റെ തോട്ടിനെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ അധികമായിട്ട് എന്താണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ എന്റെ ചിന്തകൾ എന്നെ രക്ഷിക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും അവരെ മെയിൻ ആയിട്ട് ഒരു ബിലീഫ് സിസ്റ്റം പോവുക. പിന്നെ രണ്ടാമത്തത് ഇംപ്ലിസിറ്റി ആണ്. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പോൾ അറിയാതെ ഒരു പ്രവർത്തിക്കുന്ന ഒരു റൂൾസ്. ചില ആളുകൾക്ക് ആങ്സൈറ്റി, ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് അവരറിയാതെ തന്നെ അവരുടെ മനസ്സിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഒരു പാമ്പിനെ കാണുമ്പോൾ തന്നെ അല്ലെങ്കിൽ ഫോട്ടോ കാണുമ്പോൾ തന്നെ അയാൾ എന്താണ് ഒരു സ്കാൻ ചെയ്യാണ്, അല്ല വെറുതെ ഇരിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്കൂടെ ഈ ഒരു പാമ്പിന്റെ കാര്യങ്ങൾ ഓർമ്മയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അപ്പൊ അതിൽ പാമ്പിനെ കുറിച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നെഗറ്റീവായിട്ട് ചിന്തകൾ പതിയെ പതിയെ അതിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോ ഈ ഒരു സംഭവങ്ങൾ വരുന്ന സമയത്ത് നെഗറ്റീവ് ചിന്തകൾ മാത്രം ശ്രദ്ധ കൊടുക്കാതെ ആ തോട്ട് വന്നാൽ അതിനെ എൻഗേജ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഒന്ന് എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്ന ഒരു ദുരന്തമായിട്ടുള്ള രീതിയിലേക്ക് ആയിരിക്കും വരിക. ഇംപ്ലിസിറ്റി എന്ന് പറയുമ്പോൾ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന രീതിയിൽ ഒരു അറ്റൻഷൻ കൊടുക്കുക അല്ലെങ്കിൽ തിങ്കിങ്ങിന്റെ വേ ഒന്ന് മാറ്റുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഈ ഒരു തെറാപ്പിയിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇതിൽ ഒരു ടൈപ്പ് ഓഫ് ബിലീഫ് സിസ്റ്റം നമുക്ക് 2 തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് മെറ്റാകോഗ്നിറ്റീവ് ബിലീഫ് സിസ്റ്റവും നെഗറ്റീവ് ബിലീഫ് സിസ്റ്റവും. അപ്പോ ഇതിൽ പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അയാൾക്ക് ഒരു വെറി അല്ലെങ്കിൽ തിങ്കിങ്
ഈ ഒരു നെഗറ്റീവ് തിങ്കിങ് ആണോ അല്ലെങ്കിൽ എന്റെ പോസിറ്റീവ് തിങ്കിങ് ഒക്കെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ള വിശ്വാസമാണ് ഇങ്ങനത്തെ ആളുകൾക്ക്. എന്റെ ചിന്തകൾ പൂർണ്ണമായിട്ട് ശരിയാണ്, ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒക്കെ ശരിയാണ് എന്നുള്ള ഒരു വിശ്വാസം. അപ്പൊ അവിടെ അയാൾ പറയാണ് എനിക്ക് ഈ ഒരു ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ റിലാക്സ് ആവാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ ഞാൻ അധികം ചിന്തിക്കുന്നത് പ്രോബ്ലം സോൾവ് ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ ഇതിനെക്കുറിച്ച് റീഅഷുറൻസ് സീക്കിംഗ് നടത്തി കഴിഞ്ഞാൽ മറ്റുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. അതൊക്കെ അവരെ പോസിറ്റീവ് ബിലീഫ് സിസ്റ്റമാണ്. ഇനിയിപ്പോ നെഗറ്റീവ് സിസ്റ്റത്തിലേക്ക് നമ്മൾ ബിലീഫ് സിസ്റ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവര് സ്വയമായിട്ട് കാണുന്ന തോട്ട് ഡേഞ്ചറസ് ആണ്, കൺട്രോൾ ചെയ്യാനാവില്ല എന്നുള്ള ഒരു പാറ്റേണിലായിരിക്കും പോവുക. അപ്പൊ അവരെ ചിന്തകൾ ഏത് രീതിയിൽ എനിക്ക് എപ്പോഴും പൂർണ്ണമായിട്ട് കൺട്രോൾ നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പാമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്താണ് ഞാൻ അവിടെ പാനിക് ആവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ പാമ്പിനെ കുറിച്ച് ആരെങ്കിലും എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഞാൻ ഇതിനെ കുറിച്ച് ആങ്ഷ്യസ് ആയിട്ട് എന്റെ ആങ്ഷ്യസ് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത. ഇങ്ങനെ പലതരത്തിലെ ചിന്തകളുണ്ട്. അപ്പൊ നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റിന് ഏത് തരത്തിലെ വിശ്വാസങ്ങളാണല്ലോ, ഒന്ന് പോസിറ്റീവ് ബിലീഫ് സിസ്റ്റം ആണോ അല്ലെങ്കിൽ നെഗറ്റീവ്. പോസിറ്റീവ് എന്ന് പറയുന്നത് അവർക്ക് താൽക്കാലികമായിട്ടൊരു ആശ്വാസങ്ങളായിരിക്കും ഉണ്ടാകുക. നെഗറ്റീവ് ബിലീഫ്സ് എന്ന് പറയുമ്പോൾ അവരെ പൂർണ്ണമായിട്ടും ഡൗൺ ആക്കുന്ന തരത്തിലുള്ള വിശ്വാസങ്ങളായിരിക്കും ആ ചിന്തകളെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു അസസ്മെന്റ് എടുക്കുന്ന സമയത്ത്, ഫസ്റ്റ് സെഷൻ ഇൻടേക്ക് എടുക്കുന്ന സമയത്ത് വളരെ ഡീപ്പായിട്ട് തന്നെ എന്താണ് ഈ ഒരു തെറാപ്പിയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് മറ്റുള്ള CBT പോലെ ഈ ഒരു സോക്രാറ്റിക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് സിമ്പിൾ ആയിട്ട് അവരെ മനസ്സിലേക്ക് അങ്ങോട്ട് ഇറങ്ങി പോകാൻ പറ്റിക്കോളണമെന്നില്ല. കുറച്ച് ഡീപ്പായിട്ട് തന്നെ അവരെ മനസ്സിലേക്ക് ആ പ്രശ്നത്തെ കുറിച്ച് പൂർണ്ണമായിട്ടും അത് എങ്ങനെ തുടങ്ങി, എവിടെ നിന്ന് ആരംഭിച്ചു, അല്ലെങ്കിൽ എവിടെയാണ് ഇപ്പൊ നിലവിൽ എന്തൊക്കെ പ്രയാസങ്ങൾ ലൈഫിൽ നിങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ള പല ഏത് ഏരിയയിൽ കൂടെ നമുക്ക് ഈ ഒരു തെറാപ്പിയിലൂടെ കടന്നു പോകേണ്ടി വരും. എന്നാൽ മാത്രമേ കുറച്ച് പക്ഷെ കേൾക്കുമ്പോൾ സിമ്പിൾ ആയി തോന്നും, പക്ഷെ കുറച്ചൊരു ചെറിയൊരു ഡിഫിക്കൽട്ടി ഇതിന്റെ ഈ ഒരു തെറാപ്പിയിൽ വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിൽ തന്നെ മെറ്റാകോഗ്നിറ്റീവ് എക്സ്പീരിയൻസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അവരുടെ ചിന്തകളെ കുറിച്ചിട്ടുള്ള അവരുടെ ഫീലിംഗ് അബൌട്ട് തിങ്കിങ്, അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ചിന്തകളെ കുറിച്ചുള്ള ഈ ഒരു ചിന്ത വന്ന സമയത്ത് അവർക്ക് ഇമോഷണൽ റിയാക്ഷൻസ് എന്താണ് നടന്നിട്ടുള്ളത്. അപ്പോ ഒരു ഡിപ്രഷനുള്ള ഒരാൾ പറയാണ് എനിക്ക് ഞാൻ എന്തോ എന്റെ ലൈഫിൽ ഞാൻ പൂർണ്ണമായിട്ട് തെറ്റ് പറ്റിയിട്ടുള്ള ഒരാളാണ്, പൂർണ്ണമായിട്ട് ഒരു പരാജയമാണ്, എന്റെ മൈൻഡ് നോർമൽ അല്ല, മറ്റുള്ള ആളുകൾ എന്നെ അംഗീകരിക്കുന്നില്ല, എന്നെ കേൾക്കാൻ തയ്യാറല്ല എന്ന് പറയുന്ന സമയത്ത് അവർക്ക് മാനസികമായിട്ട് അവർക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിങ്സ് എന്താണ്? ആങ്സൈറ്റി ആണോ, അല്ലെങ്കിൽ ഫിയർ ആണോ, കൺഫ്യൂഷൻ ആണോ, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഫീലിങ്സ് ആണ്? ഈ ഒരു ഫീലിങ്സ് വരുന്ന സമയത്ത് അതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശ്വാസം അവരെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് CBTയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ ആങ്സൈറ്റി എന്ന് പറയുമ്പോൾ ആങ്സൈറ്റിയിൽ അവിടെ നിർത്തി, പക്ഷെ അതിനെക്കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റത്തിലേക്ക് നമ്മൾക്ക് അധികമായി പോകുന്നില്ല. പക്ഷെ ഈ ഒരു മെറ്റാകോഗ്നിറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഈ ഒരു സംഭവത്തെ കുറിച്ച് അവരുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസങ്ങൾ ഏത് തരത്തിലാണ് അവരെ ബാധിച്ചിട്ടുള്ളത് എന്ന് കൂടി നമ്മൾ ഇതിലൂടെ അറിയേണ്ടത്. അപ്പൊ മാത്രമേ ആ ഒരു മെറ്റാകോഗ്നിറ്റീവ് തെറാപ്പിയുടെ എക്സ്പീരിയൻസ് നമുക്ക് അത് അറിയാൻ പറ്റും. ഇനി മറ്റൊന്നാണ് മെറ്റാകോഗ്നിറ്റീവ് സ്ട്രാറ്റജീസ്. ഇങ്ങനെയുള്ള അതേപോലെ ഇങ്ങനത്തെ ഈ ഒരു സാഹചര്യ തെറാപ്പി നടക്കുന്ന സമയത്ത് ആ ഒരു ക്ലയന്റിന്റെ മുമ്പിൽ ചില സ്ട്രാറ്റജീസുകൾ, എന്ത് കോപ്പിംഗ് മെക്കാനിസം ആണ് അവരവിടെ ഉപയോഗിച്ചിട്ടുള്ളത്? തനിക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലൈഫിൽ ഇൻസിഡൻസ് നടന്ന സമയത്ത് താൽക്കാലികമായിട്ട് ഒരു ആശ്വാസം നടത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ തോട്ടിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ള രീതികൾ ഏതൊക്കെയാണ്? അപ്പൊ അതിനാണ് കോഗ്നിറ്റീവ് അറ്റൻഷൻ സിൻഡ്രം എന്ന് പറയുന്നത്. സാധാരണ CAS എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പിയിൽ പറയുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു ടേം ഇത് തന്നെയാണ്, CAS എന്ന് പറയുന്നത്. ഈ ഒരു CAS നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തെറാപ്പിയിലേക്ക് ഇന്നർ ഡീപ്പിലേക്ക് പോകാൻ പറ്റൂ. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് CAS കോഗ്നിറ്റീവ് അറ്റൻഷൻ സിൻഡ്രം എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള വെറീസ് ഏതൊക്കെയാണ്? ഭാവിയെ കുറിച്ചിട്ടുള്ള അധികമായിട്ടുള്ള ചിന്തകളാണോ അയാളെ പൂർണ്ണമായി ഈ ഒരു ഡിപ്രഷൻ കേസിൽ അയാളെ ബാധിച്ചിട്ടുള്ളത്? അതേപോലെ എന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ, ഇതേപോലെയുള്ള ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണോ ഇപ്പൊ ഒരു ആങ്സൈറ്റി ആണോ ഡിപ്രഷൻ വന്നിട്ടുള്ളത്? അതേപോലെ റൂമിനേഷൻ, ഒരു പാസ്റ്റിൽ കഴിഞ്ഞ ഒരു സംഭവത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വീണ്ടും വരുന്ന ചിന്തകളാണോ? അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അവിടെ സൈലന്റ് ആയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്തോ അന്ന് തെറ്റ് പറ്റിപ്പോയി, അല്ലെങ്കിൽ എന്റെ ചെറുപ്പകാലത്ത് ഇങ്ങനെ ഒരു പാപമോശം തെറ്റ് ചെയ്തു, അതിന്റെ ഭാഗമാണ് എന്റെ ലൈഫിൽ നടക്കുന്നത്. ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ഒരു റൂമിനേഷൻ പാറ്റേൺ ആണ് ഇയാൾ ലൈഫിൽ വന്നത്. അപ്പോൾ അവിടെ റൂമിനേഷൻ ഫോക്കസ് ചെയ്യുന്നതാണ്, പാസ്റ്റ് ഫോക്കസ് ആണ്, മുമ്പ് നടന്നിട്ടുള്ള ആ ഇൻസിഡന്റിനെ കുറിച്ചുള്ള ചിന്തകളും അതിനെ കുറിച്ചുള്ള വിശ്വാസങ്ങളും.
ഇനിയിപ്പോ നേരെ പോകുന്നത് തോട്ട് സപ്രഷൻ ആണ്. ഈ ഒരു സംഭവം നടക്കുന്ന ഈ പറഞ്ഞിട്ടുള്ള ഇൻസിഡൻസ് ഒക്കെ അയാളുടെ ലൈഫിൽ നടന്നു. അതിനെ കുറിച്ചിട്ടുള്ള അയാളുടെ തോട്ട് സപ്രഷൻ എങ്ങനെയാണ്, ചിന്തകളെ പൂർണ്ണമായിട്ടും അയാൾ അടിച്ചമർത്താൻ ശ്രമിച്ചതാണോ? ഇപ്പൊ ഒരു OCD ഒരു ആങ്സൈറ്റി ആണെങ്കിൽ അവിടെ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഒരു ചിന്തകളെ അയാൾ അടിച്ചമർത്താൻ ശ്രമിക്കും. ഒന്നുകിൽ ആരോട് കൺസീൽമെന്റ്, ആരോട് പറയാതിരിക്കുക, അല്ലെങ്കിൽ ഈ സംഭവത്തെ കുറിച്ച് അയാൾ തന്നെ വെറീഡ് ആവുക. അപ്പോ ഇവിടെ ഒരിക്കലും അയാൾ ഫോഴ്സ് മാറ്റാൻ, ആ ചിന്തകളെ കുറിച്ചുള്ള ഫോഴ്സ് മാറ്റാൻ ശ്രമിക്കുന്നില്ല, ഉള്ളിൽ തന്നെ അയാളെ മനസ്സിൽ വെച്ചിരിക്കുകയാണ്. പിന്നെ അടുത്ത ഒന്നാണ് ത്രെട്ട് മോണിറ്ററിങ്. അയാൾക്കുള്ള ഈ ഒരു ഏത് സമയത്താണ് ഈ ഒരു ട്രിഗർ വരുന്നത് അതിനെ കുറിച്ച് മാത്രം ശ്രദ്ധിക്കുന്ന ഒരു രീതി. അപ്പൊ ചെറിയൊരു ഒരു ആങ്സൈറ്റി ഉള്ള ഒരാൾ ശരീരത്തിൽ ചെറിയൊരു തരത്തിൽ സെൻസേഷൻ വന്നു കഴിഞ്ഞാൽ വലിയൊരു ഡിസീസസ് ആയിട്ട് കാണുക. ചെറിയൊരു വയറുവേദന എന്ന് പറയുമ്പോൾ എനിക്ക് എന്താണ്, പിന്നെ വയറിൽ ക്യാൻസർ ആണ്, തലവേദന വരുമ്പോൾ എനിക്കാണ് ട്യൂമർ ആണ്, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു രീതി. അതേപോലെ ആളുകളുടെ റിയാക്ഷൻ, ഒരാൾ നിരന്തരം ഒരു 2-3 ആൾ സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അയാൾ ഫോൺ വന്ന് മാറി മറ്റാൾ 3 പേര് ഒരു എന്ത് കാര്യം പറഞ്ഞ് ചിരിച്ചു. അപ്പൊ ഈ ഒരു സംഭവം അയാൾ നേരിടുന്ന അവരൊക്കെ എന്നെ കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നിങ്ങനെയുള്ള മറ്റുള്ള ആളുകളുടെ റിയാക്ഷൻസ്, എന്നെ മറ്റുള്ള ആളുകൾ എന്ത് കരുതും എന്നിങ്ങനെയൊക്കെയുള്ള ഒരു നെഗറ്റീവായിട്ട് മാത്രം കാണുന്ന ഒരു രീതിയായിരിക്കും. അപ്പോ ഈ ഒരു മെറ്റാകോഗ്നിഷൻ ഉപയോഗിക്കുന്ന സമയത്ത് 4 കാര്യങ്ങളാണ്. ഈ നടക്കുന്ന സംഭവത്തെ കുറിച്ച് അവർ വറീഡാണോ, അല്ലെങ്കിൽ റൂമിനേഷൻ ആണോ, തോട്ട് സപ്രഷൻ ആണോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ത്രെട്ട് മോണിറ്ററിംഗ് ആണോ? ഈ ഒരു 4 കാര്യങ്ങളാണ് നമുക്ക് ആ തെറാപ്പിയിലൂടെ നോക്കേണ്ടത്. അപ്പൊ ഒരു തോട്ട് വരുന്നു, അവിടെ വരുന്ന സമയത്ത് ഒരു ബിലീഫ് ആക്റ്റീവ് ആകുന്നു, അതിനനുസരിച്ച് ഒരു വെറിയോ റൂമിനേഷനോ വരുന്നു. ആ സമയത്ത് അയാൾക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നു. ആങ്സൈറ്റി കാരണം എന്ത് ചെയ്യുന്നു, ആ തോട്ട് സപ്രസ് ചെയ്യുന്നു. സപ്രസ് ചെയ്യുന്ന സമയത്ത് വീണ്ടും അയാൾക്ക് എന്താണ് ആ ഒരു തോട്ടിനെ കുറിച്ച്, ത്രെട്ടിനെ കുറിച്ച് റീതിങ്ക് ചെയ്യുന്നു. ഈ ഒരു സൈക്കിൾ ആയിരിക്കും അയാളുടെ ലൈഫിൽ കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ. ഇനിയിപ്പോ ഇതിൽ തന്നെ നമുക്ക് രണ്ട് മോഡലായിട്ട് നമുക്ക് കാണാം അവരുടെ ചിന്താ രീതികൾ തന്നെ. ഒന്ന് ഒബ്ജക്റ്റ് മോഡാണ്. ഒബ്ജക്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ അവരുടെ ചിന്തകൾ അവർ പൂർണ്ണമായിട്ട്, നമ്മുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ അവർ സത്യമായിട്ട് തോന്നുക, അതൊക്കെ നടക്കാനുള്ള സാധ്യതകളാണ്. അല്ലെങ്കിൽ ഞാനൊരു വട്ടം പരാജയമാണ്, ജീവിതത്തിൽ ഒരു വട്ടം പരാജയപ്പെട്ടു, എന്റെ ജീവിതത്തിൽ ഞാൻ പൂർണ്ണമായിട്ടും പരാജയമാണ് എന്ന് വിചാരിക്കുന്ന രീതിയിലുള്ള ഒരു ട്രൂ ആയിട്ടുള്ള വിശ്വസിക്കുന്ന ആളുകൾ. അപ്പൊ ഈ ഒരു രീതി തന്നെ അതേപോലെ മെറ്റാകോഗ്നിറ്റീവ് മോഡിലേക്ക് നമുക്ക് വരുന്ന സമയത്ത് അവിടെ എന്താണ് മറ്റൊരു രീതി. കാരണം ഈ ഒരു ചിന്തകൾ നമുക്ക് എന്താണ് അവിടെ നമ്മൾ ഒരു പോസിറ്റീവിലേക്ക് കൂടെ അവർക്ക് പറഞ്ഞു മനസ്സിലും ഒബ്ജക്റ്റീവ് മോഡലിൽ റിയാലിറ്റി ആയി കണ്ടിട്ടുള്ള ഒരാളാണ്. നെഗറ്റീവിനെ പോലും എന്ത് സംഭവിക്കും, എന്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെ വരാനേ സാധ്യതയുള്ളൂ എന്ന് വിചാരിച്ച ഒരാള് നമ്മൾ മെറ്റാകോഗ്നിറ്റീവ് മോഡിലേക്ക് മാറ്റുന്ന സമയത്ത് അവരോട് പറയാ, തോട്ട് എന്ന് പറയുന്നത് ജസ്റ്റ് മെന്റൽ ഇവന്റ്സ് മാത്രമാണ്, അത് മനസ്സിലെ സംഭവങ്ങൾ മാത്രമാണ്. നമ്മുടെ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ഒരു കാര്യത്തെ കുറിച്ച് ആലോചിച്ച് അതിനെക്കുറിച്ച് വരുന്ന സംഭവങ്ങൾ മാത്രമാണ്. ആ ഒരു തോട്ടിനെ നമ്മൾ എന്താണ് ഡിസ്റ്റൻസ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് അകലം പാലിച്ച് കാണേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് നിലവിലുള്ള ഒരു ആങ്സൈറ്റിയോ ഡിപ്രഷനോ മറ്റേതരത്തിലും മെന്റൽ ഇൽനെസ്സും കുറയാനുള്ള സാധ്യതകൾ ഉള്ളൂ എന്ന്. അപ്പൊ എപ്പോഴും എന്താണ് അവരോട് പറയും, ഇതൊരു തോട്ട് മാത്രമാണ്, ഇത് ഒരിക്കലും സത്യമാകണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് റിയാലിറ്റിയുമായിട്ട് ചെക്ക് ചെയ്യാം, ഈ ഒരു തോട്ട് സത്യമാണോ, അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ഏത് തരത്തിലെ ഇമോഷൻ കൺട്രോൾ പോകാനുള്ള സാധ്യതകളുണ്ട്, ഈ ഒരു ചിന്തകളെ കുറിച്ചുള്ളത് കൊണ്ടാണ് ആങ്സൈറ്റി കൂടുന്നത്. അപ്പൊ ഇത് കുറച്ച് കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഇമോഷണൽ കൺട്രോൾ കിട്ടും, ആങ്സൈറ്റി ലെവൽ കുറയും, അതേപോലെ ആ തോട്ടിന് ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യവുമില്ല. അപ്പൊ ഈ ഒരു ഒബ്ജക്റ്റ് മോഡിൽ നിന്ന് നമ്മൾ എന്താണ് ഈ ഒരു മെറ്റാകോഗ്നിറ്റീവ് മോഡിൽ ഈ ഒരു രീതിയിലാണ് അവർക്ക് മാറ്റി കൊടുക്കേണ്ടത്. ഇപ്പൊ ഈ ഒരു മോഡൽ ടൈപ്പ് ആയിരിക്കും സാധാരണയായിട്ട് നമുക്ക് അവരുടെ ആ ഒരു സൈക്കോളജിക്കൽ ഒരു ഡിസോർഡർ അല്ലെങ്കിൽ ഒരു മെന്റൽ ഇൽനെസ് എങ്ങനെയാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു തോട്ട് വരുന്നു, അവർ ആക്റ്റീവ് ആവുന്നു. അപ്പോൾ ഒരു ആങ്സൈറ്റി ഉള്ള ഒരാള് എനിക്കൊരു രോഗം വരും, OCD തന്നെ എവിടെയെങ്കിലും ടച്ച് ചെയ്താൽ എനിക്ക് രോഗം വരും, അല്ലെങ്കിൽ എന്താണ് ഞാൻ ഏതെങ്കിലും തരത്തിൽ എക്സാം ഫെയിലായി, അപ്പൊ ആ ഫെയിൽ ആയതുകൊണ്ട് എനിക്ക് എവിടെയും എക്സാം എഴുതാൻ പറ്റില്ല, അങ്ങനെ പലതരത്തിലൊരു ആങ്സൈറ്റി തോട്ട് ഉള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ബിലീഫ് അബൌട്ട് തിങ്കിങ് എന്തായിരിക്കും വരിക, അവിടെ തിങ്കിങ്ങിനെ കുറിച്ചുള്ള ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് എന്താണ് അവർക്ക് അവിടെ ഒരു പരിഹാരമായി കാണും, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് കുറച്ച് എനിക്കൊരു ആശ്വാസമുണ്ട്, അത് എനിക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതേപോലെ എന്താണ് വെറി ചെയ്യാതെ എനിക്ക് ഒരിക്കലും സേഫ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചിന്തകളും അവിടെയാണ് നമ്മൾ പറഞ്ഞിട്ട് കാസ് എന്ന് പറയുമ്പോൾ കോഗ്നിറ്റീവ് അറ്റൻഷൻ സിൻഡ്രോം.
ആ ഒരു 4 കാര്യങ്ങൾ വെറി, റൂമിനേഷൻ, ത്രെട്ട് മോണിറ്ററിങ്, തോട്ട് സപ്രഷൻ, ഈ ഒരു 4 കാര്യങ്ങൾ ഒരേ പാറ്റേണിൽ ഒരാൾക്ക് വരും. ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒന്നും ആയിരിക്കും. റൂമിനേഷൻ ആവാം, വെറി ആങ്സൈറ്റി ഉള്ള ആളുകൾക്ക് വെറീസ് ആയിരിക്കും, ഡിപ്രഷൻ ഉള്ള ആളുകൾക്ക് പിന്നെ റൂമിനേഷൻ ആയിരിക്കാം, മറ്റു ട്രേറ്റ്സ് ഉള്ള ആളുകൾക്ക് ത്രെട്ട് മോണിറ്ററിങ് ആയിരിക്കാം. OCD-യിലേക്ക് പൂർണ്ണമായിട്ടും പോകുന്ന സമയത്ത് ഈ തോട്ട് സപ്രഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. ഇങ്ങനെ പലതരത്തിലും ക്ലാസ് അവിടെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനുശേഷം ഇമോഷണൽ പ്രോബ്ലം ആയിരിക്കും. അയാൾക്ക് ഏത് രീതിയിലാണ് മെന്റൽ ഇൽനെസ് വരിക? ഒരു ആങ്സൈറ്റിയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്, ഡിപ്രഷനിലേക്ക്, OCD സിംറ്റംസുകൾ, മറ്റു തരത്തിലുള്ള ഏത് മെന്റൽ ഇൽനെസ്സിലേക്കും പോകാനുള്ള സാധ്യത. അപ്പൊ ഈ ഒരു ബേസിക് മോഡൽ വെച്ചിട്ടാണ്, ഈ ഒരു മോഡലാണ് നമ്മൾ ക്ലയന്റിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ചിന്ത വന്നത്, ആ ചിന്തകളെ കുറിച്ചുള്ള വിശ്വാസം നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പ്രയാസത്തിലേക്ക് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് എന്ന് കറക്റ്റ് ആയിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഇനിയിപ്പോ ഈ ഒരു മെറ്റാകോഗ്നിറ്റീവ് തെറാപ്പിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് SREF മോഡൽ എന്ന് പറയുന്നത്. SREF മോഡൽ എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഇതിന് പ്രത്യേകമായിട്ട് ഫുൾ ഫോം ഒക്കെ പറയുമ്പോൾ നമുക്കൊരു ഡീപ്പായിട്ട് ഒരുപാട് പോകാനുണ്ട്. അതിൽ തോട്ട്, അറ്റൻഷൻ, ഇമോഷൻസ് എല്ലാം കൂടി മിക്സഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ ഈ ഒരു മൂന്ന് ലെവല്, അതായത് ഈ ഒരു SREF മോഡൽ എന്ന് പറയുമ്പോൾ ഒരു ക്ലയന്റിന്റെ ഒരു 3 ലെവല് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് പിന്നെ ലോ ലെവൽ പ്രോസസ്സിംഗ്. അതായത് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ റിയൽ തോട്ട്, അതായത് അയാൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അയാൾക്ക് വരുന്നുണ്ട്. ഒരു സംഭവത്തെ കുറിച്ചിട്ട് അയാളുടെ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ബിലീഫ് സിസ്റ്റം ഏത് തരത്തിലാണോ വരുന്നത്, ഒരു ഓട്ടോമാറ്റിക് ആണോ അല്ലെങ്കിൽ ഫാസ്റ്റ് ആയിട്ടാണോ, അല്ലെങ്കിൽ വലിയ എഫേർട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഒരു സംഭവത്തെ കുറിച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, ഏതൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വരുന്നത്. അപ്പോ ആ ഒരു അപ്പോ ഒരാൾക്ക് ഒരു പാനിക് ഉണ്ടായി, ആ പാനിക് ഉണ്ടാകുന്ന സമയത്ത് ആദ്യത്തെ സിംറ്റംസ് എന്തായിരിക്കും? ഹാർട്ട് ബീറ്റ് കൂടുക എന്നുള്ളതായിരിക്കും. അപ്പൊ ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത് അയാൾക്ക് തോന്നുന്നത്, ജസ്റ്റ് ഒന്ന് നടന്നാൽ പോലും ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയത്ത് അയാൾക്ക് പറയും എനിക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെയോ ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ആ രീതിയിൽ അത് ഒരു നാച്ചുറൽ ഓട്ടോമാറ്റിക് തോട്ടാണ്. ഇതുമൂലം അയാൾക്ക് എന്ത് ചെയ്യും? ഇമോഷൻ റിയാക്ഷൻസ് അവിടെ കൂടുതലായിട്ട് വരും. ഏതൊക്കെ തരത്തിൽ അയാൾക്ക് തോന്നും അത് ഞാൻ കൂടുതലായിട്ട് നടന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ പുറത്തിറങ്ങണ്ട, അല്ലെങ്കിൽ പലതരത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ, ജോലിക്ക് പോകേണ്ട, ഒരു എഫേർട്ടും എടുക്കേണ്ട ആവശ്യം എന്നില്ല എന്നുള്ള ആ ഒരു പാറ്റേൺ വരുന്നത് കൊണ്ട് അയാൾക്ക് പൂർണ്ണമായും ഡൗൺ ആവാനുള്ള സാധ്യതകളുണ്ട്. ഇനി മറ്റൊന്നാണ് കോഗ്നിറ്റീവ് സ്റ്റേജ്. അയാൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാസ് തന്നെയാണ് പ്രധാനപ്പെട്ട അയാളുടെ തിങ്കിങ് പാറ്റേൺ ഏതൊക്കെ രീതിയിലാണ് അയാൾക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഒന്ന് വെറീസ് ആണോ, ആ ഒരു സംഭവത്തെ കുറിച്ച് എന്തെങ്കിലും എനിക്ക് സംഭവിക്കുമോ, അല്ലെങ്കിൽ റൂമിനേഷൻ, അല്ലെങ്കിൽ എനിക്ക് മുമ്പ് ഇതേപോലെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്, എന്റെ ലൈഫിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനെ അതിനെ പാസ്റ്റിനെ കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചിന്തകൾ. ആ സമയത്ത് അയാൾക്ക് ഉപയോഗിക്കുന്ന കോപ്പിംഗ് ബിഹേവിയർ എന്തൊക്കെയാണ്? താൽക്കാലികമായിട്ട് ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് അവോയ്ഡൻസ് ആണോ, ആ ഒരു സിറ്റുവേഷനെ പൂർണ്ണമായിട്ട് അവോയ്ഡ് പോവുകയാണോ, അല്ലെങ്കിൽ റീഅഷുറൻസ് സീക്കിംഗ് ആണോ, മറ്റുള്ള ആളുകളെ കുറിച്ച് വിവരം വിളിച്ചു പറയുകയാണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ച് നടത്തുകയാണോ, അല്ലെങ്കിൽ വീണ്ടും ചെക്ക് ചെയ്യുക. ഇങ്ങനെ പലതരത്തിലുള്ള ഈ ഒരു കോഗ്നിറ്റീവ് സ്റ്റൈൽ അവർക്ക് അതൊരു കോഗ്നിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആണ് അവിടെ വരുന്നത്. അപ്പൊ ഏത് തരത്തിൽ അത് അവർക്ക് ഉണ്ടോ നോക്കുക. ഫൈനലി നമുക്ക് മെറ്റാകോഗ്നിറ്റീവ് സിസ്റ്റം ആണ്. ഈ ഒരു തിങ്കിങ്ങിനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള സിസ്റ്റം ഏത് രീതിയിലാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു മെറ്റാകോഗ്നിറ്റീവ് എന്ന് പറയുന്ന ഒരു മാനേജിങ് ആണ്, ഒരു സൂപ്പർവൈസിങ് മോഡലാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു ഇവരെ മുമ്പിൽ ഉണ്ടായിരുന്ന ആ 2 ലെവല്, ലോ ലെവൽ പ്രോസസ്സിങ്ങും ആ ഒരു ചിന്താ രീതിയും കോഗ്നിറ്റീവ് സ്റ്റൈലും, നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് ആ കാസ് മോഡൽ ടൈപ്പും ഏത് രീതിയിൽ അവർക്ക് മനസ്സിലാക്കുന്നു, ഡയറക്ട്ലി നമ്മൾ അപ്ലിക്കേഷനിൽ മെറ്റാകോഗ്നിഷൻ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവരുടെ ചിന്തകളെ കുറിച്ചിട്ടുള്ള ആ വെറീഡിനെ കുറിച്ചുള്ള ബിലീഫ് സിസ്റ്റം മനസ്സിലാക്കുക, അതിലാവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കുക. ഇവിടെ മെയിൻ ആയിട്ടെന്നുള്ളത് അവിടെ അറ്റൻഷൻ മാത്രം, ചിന്തകളെ കുറിച്ചൊരു സിമ്പിൾ ആയിട്ടൊരു അറ്റൻഷൻ ഫോക്കസ് ചെയ്യുക, തോട്ടിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് മെറ്റാകോഗ്നിഷൻ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ലോ ലെവൽ എന്ന് പറയുമ്പോൾ ഒന്ന് ഓട്ടോമാറ്റിക് തോട്ടാണ്, അതിൻ്റെ അടിയിൽ നിന്ന് ആ ബിലീഫ് സിസ്റ്റം ആക്റ്റീവ് ആകുന്നു, അതിനുശേഷം കോഗ്നിറ്റീവ് സ്റ്റൈല് വരുന്നു, വെറി റൂമിനേഷൻ തുടങ്ങുന്നു, അതിനുശേഷം അവർക്ക് ഇമോഷൻ, ആങ്സൈറ്റി, ഡിപ്രഷൻ ആ ഒരു രീതിയിൽ ഏതെങ്കിലും മെന്റൽ ഇൽനെസ്സിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതിനെക്കുറിച്ച് വീണ്ടും കൂടുതൽ ചിന്തകൾ, അങ്ങനെ ആയിപ്പോ ഒരു ലെവലിലേക്ക് അവർ വരിക.
പക്ഷെ അതിൽ നിന്ന് നമ്മൾ ആ ചിന്തകൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം ഇതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് CBT-ലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു മോഡലാണ്. അപ്പോൾ ഒരു ട്രഡീഷണൽ മോഡലാണ്. അപ്പോൾ ഈ A എന്ന് പറയുമ്പോൾ ആന്റിസിഡൻസ് ആണ്. ഈ ഒരു സംഭവിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇപ്പൊ ലൈഫിൽ ആ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ്, അയാൾ എങ്ങനെയായിരുന്നു, മുമ്പ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള ഒരാളായിരുന്നു. നമുക്ക് പല ടൈപ്പിൽ ഇത് ഉപയോഗിക്കാം. B എന്ന സമയത്ത് അയാൾ എന്തൊക്കെ വിശ്വാസങ്ങളാണ് അതിലേക്ക് അയാളെ ലൈഫിലേക്ക് ബാധിച്ചിട്ടുള്ളത്. C എന്ന് പറയുമ്പോൾ അതിന് ശേഷമുള്ള കോൺസിക്വൻസസ് ആണ്, എന്തൊക്കെയാണ് ഈ ഒരു സംഭവത്തിന് ശേഷം അയാൾ അവിടെ പിന്നെ അനുഭവിച്ചിട്ടുള്ളത്, എന്തൊക്കെയാ ബുദ്ധിമുട്ടുകൾ അതിന്റെ മറ്റുള്ള ആളുകൾക്ക് അയാളെ കൊണ്ടുണ്ടായത്. അപ്പൊ പല രീതിയിൽ നമുക്ക് ഇതിനെ വരാം. അതേ സമയത്ത് നമുക്ക് ഈ ഒരു പിന്നെ ഈ ഒരു മെറ്റാ കോഗ്നിഷനിലേക്ക് വരുന്ന സമയത്ത് മെയിൻ ആയിട്ടുള്ള ഈ ഒരു M തന്നെയാണ്. A എന്ന് പറയുമ്പോൾ ആ ഒരു ആന്റിസിഡൻസ്, ആ ഒരു സംഭവത്തെ കുറിച്ച് നേരെ B എന്ന് പറയുമ്പോൾ അതിനെ കുറിച്ചുള്ള ആ ഒരു വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്, ആ വിശ്വാസങ്ങളെ കുറിച്ച് അയാൾ എന്താണ് ഇവിടെ ചിന്തിച്ചിട്ടുള്ളത്, ആ ചിന്തകൾ കാരണം എന്തൊക്കെയാണ് ലൈഫിൽ അയാളെ ബാധിച്ചിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിട്ട് ഈ ഒരു ABMC മോഡൽ എന്നാണ് പറയുക. BS നോർമലായി പറയല്ല, AMC മോഡൽ എന്നാണ് ഇതിനെ കുറിച്ച് നോർമലായിട്ട് പറയാം. അപ്പൊ AMC എന്ന് കേൾക്കുന്ന സമയത്ത് B ഇതിലില്ലല്ലോ എന്നൊന്നും പറയണ്ട. ഡയറക്റ്റ്ലി ആയിട്ട് ഈ Aയിൽ തന്നെ അവരുടെ ചിന്തകളും വിശ്വാസങ്ങളും വരും. അതിനെ കുറിച്ചിട്ടുള്ള ഓവർ തിങ്കിങ് ആണോ, റോമിനേഷൻ ആണോ, വെറിയൊക്കെ M-ൽ വരും. C എന്ന് പറയുന്നത് അവർ ഫൈനലി അനുഭവിക്കുന്ന മെന്റൽ ഇൽനെസ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോ ഇതില് നമുക്ക് പ്രധാനമായിട്ട് ഒരു അസസ്മെന്റ് എടുക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ആളുകൾ നമുക്ക് ഒരു ഫസ്റ്റ് സെഷനിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിലാണ് അവർക്ക് അസസ്മെന്റുകൾ എടുക്കുക, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന് പ്രധാനമായിട്ട് ഒന്ന് മെറ്റാകോഗ്നിറ്റീവ് ബിലീഫ്സ് തന്നെയാണ്. നമ്മുടെ കേസ് നമ്മളോട് പ്രസന്റ്ലി പ്രോബ്ലം പറഞ്ഞു കഴിഞ്ഞ് ആ ഒരു സംഭവത്തെ കുറിച്ചുള്ള അവരുടെ വിശ്വാസങ്ങളാണ് പ്രധാനം നോക്കണം. അതിൽ നമ്മൾ നോക്കേണ്ടത് പോസിറ്റീവ് ബിലീഫ് നോക്കണം, നെഗറ്റീവ് ബിലീഫ്സ് നോക്കണം. അതേപോലെ നമുക്ക് വേണമെങ്കിൽ ഈ ആങ്സൈറ്റി ഉള്ള ആളോട് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഈ രീതിയിലൊക്കെ ചോദിക്കാം. നിങ്ങൾക്ക് വെറീഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ചിന്തകൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു തോട്ട് വരുന്ന സമയത്ത് ഏതിലാണ് കൂടുതലായി നിങ്ങൾക്ക് ഫിയർ തോന്നുന്നത്, ആങ്സൈറ്റി തോന്നുന്നത് എന്ന രീതിയിലൊക്കെ അവർക്ക് ആ ബിലീഫ് സിസ്റ്റം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ചോദിക്കാം. അതിനുശേഷം നമുക്ക് അതായത് കോഗ്നിറ്റീവ് അറ്റൻഷൻ സിൻഡ്രം ഉപയോഗിക്കുക. അവർ ഏത് രീതിയിലാണ് വെറീസ് ഉള്ളത്, റൂമിനേഷൻ, ത്രെട്ട് മോണിറ്ററിങ്, തോട്ട് സപ്രഷൻ എന്നുള്ള ആ ഒരു ഏത് രീതിയിലാണ് അവരെ ആ ഒരു ഫോളോ അപ്പ് ഉള്ളത്, കറക്റ്റായി ആ പ്രശ്നവുമായിട്ട് പ്രോബ്ലവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനുശേഷം അക്യുറേറ്റ് ഡയഗ്നോസിസ്, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ശരിയായിട്ടുള്ള ഡയഗ്നോസിസ് നിർണ്ണയിക്കുന്നത്. അവിടെയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന PHQ, അതേപോലെ GAD-7 എന്ന് പറഞ്ഞ ജനറൽ ആയിട്ടുള്ള ടൂള്, അസസ്മെന്റ് ടൂൾസുകൾ ഉപയോഗിക്കുക. ഇപ്പൊ കറന്റ് അവർ പറഞ്ഞതുപോലെ ഡിപ്രഷൻ തന്നെയാണോ ഒരു ആങ്സൈറ്റി ആണോ നമുക്ക് പെട്ടെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ 2 ടൂളും ഉപയോഗിക്കുക. അപ്പൊ അതിൽ നമുക്ക് വ്യക്തമായിട്ട് ചിലപ്പോൾ വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള പിന്നെ ബോർഡർ ലൈൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ടൂളിൽ ആവശ്യം. കാരണം ഇത് കിട്ടിയിട്ട് നമുക്ക് നോർമലായിട്ട് മനസ്സിലാക്കുന്നില്ല, ആ ഡിപ്രഷൻ തന്നെയാണ്, ആങ്സൈറ്റി ആണ് മനസ്സിലാക്കുന്നില്ല. ഇപ്പൊ CBT-ന്റെ ഒക്കെ ബെസ്റ്റ് ആയിട്ടുള്ള മറ്റു ടൂളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അതിലൂടെ അയാളെ പ്രശ്നങ്ങൾ ഏതൊക്കെ തരത്തിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയിപ്പോ അതിനെക്കുറിച്ച് തന്നെ സെവറിറ്റി ആൻഡ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന്റെ ഈ ഒരു ഉള്ള ആങ്സൈറ്റിയുടെ അല്ല ഡിപ്രഷൻ ഇന്റൻസിറ്റി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറേഷൻ എങ്ങനെയുണ്ട്, എന്ന് മുതലാണ് ഇയാൾക്ക് തുടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ആണെങ്കിൽ എത്ര സമയം അയാൾ വെറി ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിപ്രഷൻ ആണെങ്കിൽ എത്ര വർഷമായി, എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്, ഡെയിലി ലൈഫിൽ എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത്, ഫാസ്റ്റ് ട്രീറ്റ്മെന്റ് ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് ഈ ഒരു GAD-7 അല്ലെങ്കിൽ PHQ ഞാൻ പറഞ്ഞതുപോലെ അതിന്റെ ബേസ് വെച്ചിട്ടായിരിക്കും അതിന്റെ ഹിസ്റ്ററി ലെവൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ കേസ് ഫോർമുലേഷൻ എഴുതുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് അവർ ട്രിഗർ, മെറ്റാകോഗ്നിറ്റീവ് ബിലീഫ് സിസ്റ്റം, അതേപോലെ ക്യാഷ് പാറ്റേൺസുകൾ, ഇവരുടെ ഇമോഷൻ കോൺസിക്വൻസസ് അത് കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യുക. അതിലൂടെ ആയിരിക്കണം നമ്മൾ ആ ഒരു കേസ് ഫോർമുലേഷൻ എഴുതേണ്ടത്. ഇനി ഈ കേസ് ഫോർമുലേഷൻ നമുക്ക് എഴുതുന്ന സമയത്ത് ഒരു 7 സ്റ്റെപ്പ് മോഡൽ ഉണ്ട്. അതായത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നേരത്തെ പറഞ്ഞതൊന്നും പോകാൻ പറ്റില്ല, കുറച്ച് ഡീപ്പ് ആയിട്ട് തന്നെ പോകണം. അപ്പൊ ഒന്ന് പ്രോബ്ലം നേച്ചർ, ഈ ഒരു പ്രശ്നത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണ് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിയണം. അപ്പൊ ക്ലയന്റ് എന്ത് പ്രശ്നം കൊണ്ടാണ് നമ്മളെ മുമ്പിൽ വന്നിട്ടുള്ളത് എക്സ്പ്ലോർ ചെയ്യാൻ സമ്മതിക്കണം. അവർക്ക് ആങ്സൈറ്റി ആണോ, ഡിപ്രഷൻ ആണോ, അല്ലെങ്കിൽ OCD സിംറ്റംസുകൾ ഉണ്ടോ, ഏതെങ്കിലും സിറ്റുവേഷൻ ബേസിലുള്ള പ്രോബ്ലം കൂടുതലാണോ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമ്മൾ കറക്റ്റ് ആയിട്ടില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ കൂടുതലായിട്ട് ലൈഫിൽ ഡിസ്ട്രെസ് ഉണ്ടാകുന്നത്, ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, ആ ഒരു ഏരിയ നമ്മളൊന്ന് മനസ്സിലാക്കുക. ആ ഒരു പ്രോബ്ലം നമ്മൾ പൂർണ്ണമായിട്ട് ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഒരു ടൈം ലൈൻ എന്ന് പറയുമ്പോൾ ഒരു സമയരേഖ, അതായത് പ്രോബ്ലം എപ്പോഴാണ് തുടങ്ങിയത്, എങ്ങനെയാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവരോട്. കാരണം ഒരു
ഫസ്റ്റ് വൺ സെറ്റ് എപ്പോഴാണ്, അല്ലെങ്കിൽ ഇതൊരു ഗ്രാജുവലി ആയിട്ട് വന്നതാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് സഡൻലി ഇയാൾക്ക് ലൈഫിൽ ഉണ്ടതാണോ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ട് ഒരു ട്രിഗറിങ് ഇവന്റ്സിൽ കൂടെ വന്നിട്ടുള്ളതാണോ, അതിന്റെ ഡ്യൂറേഷൻ എത്ര ആഴ്ചയായി എന്ന് കറക്റ്റ് ആ ടൈം ലൈൻ നമ്മൾ നോക്കുക. കാരണം ഇതിനു മുമ്പ് എന്തെങ്കിലും ഈ ഒരു ആങ്സൈറ്റി വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് വേണമെങ്കിൽ നമുക്ക് KMC മോഡലൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് പറഞ്ഞ ആ ഒരു പാറ്റേൺ നമുക്കൊന്ന് മനസ്സിലാക്കുക. പിന്നെ അതേപോലെ ഡയഗ്നോസിസ് റിസ്ക് അസസ്മെന്റ്. ഇവിടെ പ്രധാനമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള സൂയിസൈഡ് തോട്ടുകളോ അതേപോലെ സെൽഫ് ഹാം റിസ്കുകളോ അല്ലെങ്കിൽ സിവിയർ ആയിട്ട് ഏതെങ്കിലും തരം ആങ്സൈറ്റി ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സേഫ്റ്റി ഫസ്റ്റ് എടുക്കേണ്ടി വരും, റെഫർ ചെയ്യേണ്ടി വരും. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ബെറ്റാകോഗ്നിഷനും കൊടുക്കാൻ അവിടെ നിൽക്കരുത്, കറക്റ്റ് ആയിട്ട് അവരെ പെട്ടെന്ന് തന്നെ റെഫർ ചെയ്യുക എന്നുള്ളത്. അതിനുശേഷം നമ്മൾ കൊടുക്കേണ്ടത് AMC മോഡലാണ്. ഈ ഒരു പാറ്റേൺ ആ ഒരു കേസ് കൺസെപ്ഷലേഷൻ ഈ രീതിയിൽ പോവുക. AMC എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ട്രിഗർ, മെറ്റാകോഗ്നിഷൻ, അതേപോലെ ഇമോഷൻസ്. അപ്പോൾ ഇവിടെ ഏത് രീതി നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ AMC മോഡൽ എന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തോട്ട് വന്നപ്പോൾ, ഈ ഒരു സംഭവത്തെ നിങ്ങൾ കുറിച്ച് ചിന്തിച്ചപ്പോൾ, അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു എന്തൊക്കെ വിശ്വാസങ്ങളാണ് വന്നിട്ടുള്ളത്, അതിനെക്കുറിച്ച് നിങ്ങൾ എന്തൊക്കെയാണ് വിശ്വസിക്കുന്നത്, അത് സത്യമാണോ, ഇതിനകത്ത് നടക്കാനുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു AMC സിമ്പിൾ ആയിട്ട് അവർക്ക് ഉപയോഗിച്ചു കൊടുക്കാം. ഇത് വരച്ച് എഴുതി കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിൽ പോലും പിന്നീട് നമുക്ക് ഒരു 1-2 സെഷൻ കഴിഞ്ഞിട്ട് മെറ്റാകോഗ്നിഷൻ ആണ് നിങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഒരു നിങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു പേപ്പറിലൊക്കെ വരച്ച് AMC മോഡൽ വരച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ അസസ്മെന്റ് മെഷേഴ്സുകൾ കറക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ടൂളുകൾ അവിടെ ഉപയോഗിക്കുക. ഇപ്പോൾ OCD ഒക്കെ ആണെങ്കിൽ വൈബോക്സുകൾ ഉപയോഗിക്കുക, PHQ, GAD-7, അതേപോലെ ഡിപ്രഷൻ സ്പെസിഫിക് ആയിട്ട് ടൂളുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ TBEC ആണെങ്കിൽ അത് ഉപയോഗിക്കുക. ഇനി മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു DBT അതിന് പ്രത്യേക തരത്തിലുള്ളത്. ഇപ്പൊ ഏതിനാണ് നമുക്ക് ആവശ്യമുള്ളത്? ഇനി സ്പെസിഫിക് ആയിട്ടൊരു ടൂൾ ഒന്നുമില്ല, കുറച്ച് ഒരു MCQ മോഡലാണ്, ക്വസ്റ്റ്യൻ ബേസ് ആണ് ഈ ഒരു തെറാപ്പി മുന്നോട്ട് പോകുന്നത്. പിന്നെ അതേപോലെ മോട്ടിവേഷൻ എൻഗേജ്മെന്റ് കറക്റ്റ് ആയിട്ട് എന്താണ് ആ ക്ലയന്റിന് തെറാപ്പി ചെയ്യാൻ ഈ ഒരു സംഭവത്തെ കുറിച്ച് അവരുടെ പ്രശ്നം നിങ്ങൾ ഈ രീതിയിലാണ് നിങ്ങളെ ഞങ്ങൾ തെറാപ്പിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, ഇന്റർവെൻഷൻ ഇങ്ങനത്തെ പ്ലാൻ ആണോ എന്ന് കറക്റ്റ് ആയിട്ട് അവരോട് ചോദിക്കണം. എന്നിട്ട് ചേഞ്ച് ഇതിൽ അവർക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ സ്വയമായിട്ട് അവരോട് ചോദിക്കുക, ഏത് രീതിയിലാണ് നിങ്ങളെ പ്രയാസങ്ങൾ മാറ്റേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങളുടെ എക്സ്പെക്ടേഷൻസ്, ഇതിലെന്തെങ്കിലും തരത്തിലുള്ള റെസിസ്റ്റന്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, ഇപ്പൊ തെറാപ്പി തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആങ്സൈറ്റി ലെവൽ കൂടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിനുശേഷം തെറാപ്പി ഗോൾസുകൾ നമ്മൾ ഉണ്ടാകും. എന്താണ് അവരെ ഇപ്പൊ വെറി ആണെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ, ഇപ്പൊ റൂമിനേഷൻ ആണ് ഒരു ഡിപ്രഷൻ ഉള്ള ഒരാളാണെങ്കിൽ റൂമിനേഷൻ കുറയ്ക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും അവർക്ക് കൊടുക്കേണ്ടത്. അതിന്റെ കൂടെ തന്നെ അപ്പോൾ സിമ്പിൾ ആയിട്ട് ഈ ഒരു ഏഴ് കാര്യം നമ്മൾ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുക, ആ ടൈം ലൈൻ മനസ്സിലാക്കുക, ആ ഒരു റിസ്ക് അസസ്മെന്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സേഫ്റ്റി പ്ലാൻ എടുക്കുക, പിന്നെ AMC മോഡൽ ഉപയോഗിക്കുക, പിന്നെ അതേപോലെ അസസ്മെന്റ് ടൂളുകൾ കാര്യത്തിൽ ഏതാണ് അവിടെ വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കുക, പിന്നെ ക്ലയന്റിന്റെ മാക്സിമം ആ മോട്ടിവേഷൻ എൻകറേജ്മെന്റ് കൊടുക്കുക, ആവശ്യമുള്ള ഒരു ഗോൾ സെറ്റിംഗ്സിലേക്ക് അയാളെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇനിയിപ്പോ ഇതിലൊരു നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള സ്കില്ലുകളാണ് നമുക്ക് ഉപയോഗിക്കാം, തെറാപ്പി ടൂൾസുകൾ ഏതൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒന്ന് മെയിൻ ആയിട്ട് കേസ് കൺസെപ്റ്റലൈസേഷൻ തന്നെയാണ്. അപ്പൊ രണ്ടാമത്തത് അറ്റൻഷൻ ട്രെയിനിങ് ടെക്നിക്കാണ്. അറ്റൻഷൻ ട്രെയിനിങ് ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു മെറ്റാകോഗ്നിറ്റീവ് തെറാപ്പിയിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത്. അറ്റൻഷൻ ട്രെയിനിങ് ടെക്നിക്ക് എന്ന് പറയും. അപ്പോ അറ്റൻഷൻ എന്ന് പറയുന്നത് അവരുടെ ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ടൂളുകളാണ്. അപ്പോൾ അവർക്ക് ഏതെങ്കിലും തരത്തിലെ മൈൻഡിൽ ത്രെട്ട് ആയിട്ടുള്ള ഒരു കാര്യം വരുന്ന സമയത്ത് അവർക്ക് സ്റ്റെക്ക് ആവാനുള്ള സാധ്യത, ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഇൻസിഡൻസ് പാസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് മാത്രം സ്റ്റെക്ക് ആകാൻ സാധ്യതകളുണ്ട്. അപ്പൊ അവിടെ നിന്ന് അവർക്ക് എന്ത് ചെയ്യാം, അറ്റൻഷൻ ഷിഫ്റ്റ് ചെയ്യാൻ ഒരിക്കലും കഴിയണോ, മുന്നോട്ട് പോയിക്കൊള്ളാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾ എന്താണ്, നമ്മൾ ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രൗണ്ടിങ് ടെക്നിക്കിൽ തന്നെ 3 ടൈപ്പ് ആയിട്ട് 5-4-3 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലേക്കാണ് അവരെ കൊണ്ടുപോവുക. അപ്പോൾ ഒന്ന് ഇങ്ങനത്തെ ആളുകൾ എന്താണ്, ഒരു സ്ഥലത്ത് കാമായിട്ട് നമുക്ക് അതിലേക്ക് വരാം, ഒരു കാമായിട്ട് സ്ഥലത്ത് ഇരുത്തും, എന്നിട്ട് അവരെ എവിടെ ഇരുന്നിട്ട് അവരോട് പറയാം, നിങ്ങൾ ഡിഫറെന്റ് സൗണ്ടുകൾ കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളത്. 1-2-3 തരത്തിലുള്ള സൗണ്ടുകൾ നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ചെവി ആ എൻവിറോൺമെന്റിലേക്ക് കൊടുക്കുക. എന്നിട്ട് അതിൽ നിന്നും അവർക്ക് എന്താണ് ഒരു അറ്റൻഷൻ സ്വിച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഏതെങ്കിലും ക്ലിയർ ആയിട്ട് ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ, എന്നിട്ട് അതിനുശേഷം എന്താണ് ലൈഫിൽ അല്ലെങ്കിൽ ഏത് ശബ്ദമാണ് നിങ്ങൾക്ക് കേൾക്കുന്നത് അതിനെ പൂർണ്ണമായിട്ടും അയാൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു അറ്റൻഷൻ ട്രെയിനിങ് ടെക്നിക് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് ഏരിയ പ്രസന്റ് മൊമെന്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്റെ വെറീസും എന്റെ മെന്റൽ ഫ്ലെക്സിബിലിറ്റി ഒക്കെ എനിക്ക് ഓക്കെ ആക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ. ഇനി മറ്റൊന്നാണ് ഡിറ്റാച്ച്ഡ് മൈൻഡ്ഫുൾനെസ് എന്നിവിടെ.
തോട്ടിനെ നമ്മൾ സ്വയമായിട്ട് ഒബ്സർവ് ചെയ്യാൻ അവരെ കൊണ്ട് പഠിപ്പിക്കുക. അത് തോട്ടിനെ പൂർണ്ണമായിട്ട് എൻഗേജ് ചെയ്യാതിരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരോട് പറയുക ഇതൊരു തോട്ട് മാത്രമാണ്, ഇത് വരാൻ പോവാം, പക്ഷെ നമുക്ക് ആവശ്യമുള്ള അതിനെ അനലൈസ് ചെയ്യാൻ പാടില്ല, അതിനെതിരെ ഫൈറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. കറക്റ്റ് ആയിട്ട് എന്താണ് ആ ഒബ്സർവ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അത് തോട്ട് മാത്രമാണ്, ഇപ്പൊ എല്ലാവർക്കും വരുന്ന തോട്ടാണ്, ആ രീതിയിൽ അവരെ പഠിപ്പിച്ചു വിടുക. പിന്നെ അതേപോലെ ചലഞ്ചിങ് മെറ്റാകോഗ്നിറ്റീവ് ബിലീഫ്, അവിടെ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ട് അവരെ ബിലീഫ് സിസ്റ്റം മാറ്റുക. അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന തിങ്കിങ് അബൌട്ട് അവരെ ചിന്തകളെ കുറിച്ച് അവർ വീണ്ടും വീണ്ടും എന്താണ് ചിന്തിക്കുന്നത്, ആ ചിന്തകൾക്കുള്ള ബിലീഫ് സിസ്റ്റം ഒന്ന് മാറ്റി കൊടുക്കുക. അതിലൂടെ എന്തായിരിക്കണം അവർക്ക് അവരുടെ ഹെൽപ്ഫുൾ ആയിരിക്കണം ഈ ഒരു വെറീസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയെ കുറിച്ചോ ഏതൊക്കെ തരത്തിൽ. നമുക്ക് അവിടെ വേണമെങ്കിൽ CBT ഡയറക്റ്റ് ആയിട്ട് ബിഹേവിയർ എക്സ്പെരിമെന്റ് ഉപയോഗിക്കാം. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ ഒരു തോട്ട് റിയൽ ആണോ എന്ന് ആവശ്യമുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് നോക്കുക. അപ്പൊ അതിനുശേഷം റെഡ്യൂസിങ് കാസ്റ്റ്, അതായത് അറ്റൻഷൻ നമ്മൾ അവരുടെ മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള റൂമിനേഷൻ ആണ്, ഏതൊക്കെ പിന്നെ തോട്ട് മോണിറ്ററിംഗ് ആണോ, തോട്ട് സപ്രഷൻ ആണോ, ഏതൊക്കെ രീതിയിലാണ് ക്ലാസ്സിലുള്ളത്, അത് റെഡ്യൂസ് ചെയ്യുന്ന രീതി. മറ്റൊരു ടെക്നിക്കാണ് പോസ്റ്റ്പോണിംഗ് വെറിങ് ടെക്നിക് എന്ന് പറയും. ഇത് എന്ന് പറയുന്ന ആ വെറി ഏതൊക്കെ തരത്തിൽ എങ്ങനെ എപ്പോഴും എങ്ങനെ തിരിച്ചറിയാം, ക്ലയന്റിനെ കൊണ്ട് തന്നെ തിരിച്ചറിയാവുന്നതാണ്. ഒരു ഹൈറാർക്കി ലിസ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരു ദിവസത്തിൽ എത്ര തവണ ആങ്സൈറ്റി ഉണ്ടാകുന്നു, ഏതൊക്കെ നിമിഷങ്ങളിൽ ഏതൊക്കെ സ്ഥലങ്ങളിൽ, അത് കറക്റ്റ് ആയിട്ട് അവരെ മനസ്സിലാക്കുന്നുണ്ട്. അതിലൂടെ എന്താണ് അത് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ. പിന്നെ അതേപോലെ മോഡിഫൈ തിങ്കിങ് സ്റ്റൈലാണ്. എപ്പോഴും ചിന്തകൾ ഒരു വെറി പോലെയാണെങ്കിൽ, അല്ലെങ്കിൽ ഓവർ അനലൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ത്രെട്ടിനെ പോലെയാണെങ്കിൽ, ത്രെട്ടിനെ മാത്രം ഫോക്കസ് ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അവരെ ചിന്ത പോകുന്നതെങ്കിൽ, ഒന്നുകിൽ അവരെ എന്താണ് ഫ്ലെക്സിബിൾ തിങ്കിങ് മാറ്റി ചിന്തകളുടെയും ഒക്കെ നല്ല ചിന്തകൾ മാത്രം അവർക്ക് ഉണ്ടാവും. അപ്പൊ അവിടേക്കാണ് നമ്മൾ ജേർണലിന്റെ ഒക്കെ ഒരു ഉപകാരപ്പെടുന്നത്. സ്പെസിഫിക് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻസ് അവർക്ക് കൊടുത്തിട്ട് ഈ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇതിനെ കാണുക, അതിന്റെ പോസിറ്റീവ് വേക്ക് ഏതൊക്കെ മനസ്സിലാക്കാൻ പറ്റും, അതേപോലെ അവർക്ക് ഈ ഒരു തോട്ട് എങ്ങനെ പാസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും, അതേപോലെ ഒരു എൻഗേജ്മെന്റ് അല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് നോൺ എൻഗേജ്മെന്റ് ആയിട്ട് എങ്ങനെ ഇതിൽ ഇരിക്കാൻ പറ്റും, ഒരു സ്റ്റൈൽ ചേഞ്ചും അതേപോലെ നിലവിലുള്ള ആ ചിന്തകളൊന്ന് മാറ്റിയിട്ട് പുതിയൊരു റിക്കവറി സിസ്റ്റത്തിലേക്ക് നമ്മൾ അവരെ കൊണ്ടുപോകുക. പിന്നെ അതേപോലെ മോഡിഫൈ തിങ്കിങ് സ്റ്റൈൽ, അവർക്ക് ഉണ്ടാകുന്ന ആ ഓൾഡ് പാറ്റേൺ എന്ത് ചെയ്യാം ആയിരിക്കും പ്രോബ്ലം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിലൊന്ന് ചിലപ്പോൾ ഓൾഡ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ ചിന്തകൾ കാരണമായിട്ട് അവോയ്ഡൻസ് ഉണ്ടാവാം, ചെക്കിങ് ഉണ്ടാവും, റീഅഷുറൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു ചിന്തകൾ എന്താണ് വെറുതെ വിടുന്ന രീതിയിലും, അതേപോലെ ഏതെങ്കിലും തരത്തിലെ അവർക്ക് ഡിപ്രഷൻ ആണെങ്കിൽ ഡെയിലി ലൈഫിലേക്ക് പ്ലസന്റ് ആക്ടിവിറ്റീസിലേക്ക് എന്ത് കൊടുക്കുക, ഈ ഒരു ആൻസൈറ്റി പോലുള്ള ആളുകൾക്കാണെങ്കിൽ ആ എക്സ്പോഷർ കുറച്ച് കൊടുത്തിട്ട് ആ ഒരു ചിന്തകൾ മാറ്റുന്ന രീതിയിലേക്ക് അയക്കണം അയാളുടെ ലൈഫ് സ്റ്റൈലിൽ ഒന്ന് മാറ്റി കൊടുക്കേണ്ടത്. അതിനുശേഷം ആ ഒരു ബിഹേവിയർ എക്സ്പെരിമെന്റ്, ചിന്തകൾ സത്യമാണോ എന്ന് റിയൽ ആണോ എന്ന് പരിശോധിക്കുന്ന തന്നെ രീതിയിൽ ഒരു ലോഗ് ഡെയിലി ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാം. പിന്നെ റിലാപ്സ് പ്രിവെൻഷൻ ആണ്. ഇത് വീണ്ടും തെറാപ്പി കഴിഞ്ഞാൽ ഇത് വീണ്ടും വരാനും ചിന്തകൾ വീണ്ടും വരാനും അതേപോലെ എല്ലാം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പൊ അയാൾക്ക് എപ്പോഴും പഠിപ്പിച്ചുള്ളത് കാസ് എപ്പോഴും തിരിച്ചറിയുക, അതേപോലെ തോട്ട് നോർമലാണ്, ഏർലി വാർണിംഗ് ആയിട്ട് ഇന്ന രീതിയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത് സ്വയമായിട്ട് നമുക്ക് ഇതിലൂടെ പഠിപ്പിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് 10 തെറാപ്പി സ്കില്ല്. അപ്പൊ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ 3 കാര്യം, അറ്റൻഷൻ ട്രെയിനിങ് ടെക്നിക്കാണ് മെയിൻ ആയിട്ട് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അത് ഏതൊക്കെ തരത്തിലാണ്? ഒന്ന് സെലക്റ്റീവ് മ്യൂട്ടിസം ആണ്, സെലക്റ്റീവ് അറ്റൻഷൻ ആണ്. ഇപ്പൊ സെലക്റ്റീവ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കാൻ പറയാം. ഒരു ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു കാര്യം അവരെ ഒരു സാമായിട്ടൊരു സ്ഥലത്ത് ഇരുത്തിയ ശേഷം ഒരു കാര്യത്തിൽ, ഇപ്പോൾ ഒരു റൂമിൽ ഇരിക്കുകയാണെങ്കിൽ അവരോടൊന്ന് ഫാന് സൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ക്ലോക്കിന്റെ ടിക് സൗണ്ട് ഉണ്ടാവും, അല്ലെങ്കിൽ പുറത്ത് ഏതെങ്കിലും ഒരു ബേർഡിന്റെയോ മറ്റു കുട്ടികളെ ശബ്ദങ്ങളോ. അപ്പൊ ഇതില് ഏതെങ്കിലും ഒന്ന് മാത്രം എന്താണ് അവരോട് ശ്രദ്ധിക്കാൻ പറയും. ഏത് ശബ്ദമാണ്? 3 ശബ്ദങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ശബ്ദം, അതിൽ ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യാൻ പറയും, ഒരു സെലക്റ്റീവ് ആയിട്ട്. അപ്പൊ അതിൽ നിന്നും എന്ത് ചെയ്യാണ്, ആ സൗണ്ടിൽ നിന്നും ഒരു സൗണ്ട് നമ്മൾ പൂർണ്ണമായിട്ട് ഒബ്സർവ് ചെയ്തു. അറ്റൻഷൻ സ്വിച്ചിങ് എന്ന് പറയുമ്പോൾ മറ്റൊരു പെട്ടെന്ന് തന്നെ ഒന്ന് നമുക്ക് ക്ലാരിറ്റി കിട്ടി, അതേപോലെ മറ്റൊന്നിലേക്ക് പെട്ടെന്ന് ഒരു വേയിലേക്ക് മാറ്റി, മറ്റൊരു സൗണ്ടിലേക്ക് മാറ്റുക. അതിൽ നിന്ന് ശേഷം എന്താണ്, ഇപ്പൊ ഫാനിൽ നിന്ന് നമുക്ക് നേരെ അവർക്ക് തോന്നുന്നത് ഒരു ബേർഡിന്റെ ശബ്ദമാണ്, അല്ലെങ്കിൽ ഒരു വെഹിക്കിളിന്റെ ശബ്ദമാണ് പുറത്തുക, അതിലേക്ക് മാറ്റുക. അല്ലെങ്കിൽ ഒരു പുറത്തുനിന്ന് ഒരാൾ സംസാരിക്കുന്ന അതിലേക്ക് മാറ്റുക. ഇപ്പൊ അതേപോലെ ഡിവൈഡഡ് അറ്റൻഷൻ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ശബ്ദങ്ങളും ഒരുമിച്ച് തന്റെ മനസ്സിലേക്കും ചിന്തകളിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു രീതി. കാരണം ഒന്നിൽ നിന്ന് തുടങ്ങി അതിൽ നിന്ന് മാറ്റി വേറെ ശബ്ദത്തിലേക്ക് സ്പെസിഫിക് ആയിട്ടുള്ള രണ്ടാമത്തേതിലേക്ക് മാറ്റി, പിന്നെ മൊത്തത്തിൽ എന്തൊക്കെയാണ് ആ റൂമിൽ നടക്കുന്നത്, ആ റൂമിൽ നടന്ന എല്ലാ ശബ്ദങ്ങളെയും ഒന്നിച്ച് കേൾക്കുന്നത്. അപ്പൊ എന്താണ്, പ്രസന്റ് മൊമെന്റിലേക്ക് അയാളെത്തി, എന്റെ ബോഡിയും അല്ലെങ്കിൽ എന്റെ മനസ്സും ഒന്നും സംഭവിച്ചിട്ടില്ല, ഇതൊരു തോട്ട് പാറ്റേൺ മാത്രമാണ്, ഇതിൽ കൂടുതലൊന്നും സംഭവിക്കാനില്ല എന്നുള്ള
ഒരു ടെക്നിക്കാണ് അറ്റൻഷൻ ATT എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു രീതിയിലാണ് നമുക്ക് ഇവർക്ക് കൊടുക്കേണ്ടത്. അവരെപ്പോഴും നമ്മൾ ഒരു റിലാക്സേഷൻ മെത്തേഡ് കൊടുക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം അവർക്ക് ഈ ഒരു പ്രാക്ടീസ് കൊടുക്കേണ്ടത്. പിന്നെ അവരെ ഒരു കാമായിട്ടുള്ള വലിയ ശബ്ദങ്ങളൊന്നുമില്ല, അവർക്ക് ശബ്ദങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. ഒരു 10-15 മിനിറ്റ് പ്രാക്ടീസ് ചെയ്താൽ തുടക്കത്തിലൊന്നും ചിലപ്പോൾ അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പൊ 1-2 ട്രൈ ചെയ്ത ശേഷം ഓരോ ശബ്ദങ്ങളും തിരിച്ചറിയാനുള്ള ആ ഒരു സമയം അവർക്ക് കൊടുക്കേണ്ടി വരും. പിന്നെ പ്രധാനമായിട്ട് ഇവർക്കുള്ള ഒരു ഈ തെറാപ്പി കൊണ്ട് നമുക്ക് ടൂള് എന്ന് പറയുമ്പോൾ ഒന്ന് സൈക്കോ എഡ്യൂക്കേഷൻ ആണ്. സൈക്കോ എഡ്യൂക്കേഷൻ മീൻസ് ആ ഒരു തെറാപ്പിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. നമുക്ക് ഏത് തെറാപ്പി കൊടുക്കുകയാണെങ്കിലും തോട്ട് വരുന്നത് നോർമൽ ആണ്, അതേപോലെ പ്രോബ്ലം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്, കാസാണ്. വെറി എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ അല്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ അവരുടെ നിലവിലുള്ള പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ അറ്റൻഷൻ ട്രെയിനിങ് ടെക്നിക്ക് ATT ഏതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ രീതിയിലാണ്. അതേപോലെ ഡിറ്റാച്ച്ഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുമ്പോൾ അവരുടെ ഈ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ ഓവറായിട്ട് അനലൈസ് ചെയ്യാൻ പാടില്ല, അതിനെ ഫൈറ്റ് ചെയ്യരുത്. ഇതൊരു ആൻസൈറ്റി സൈക്കിൾ ബ്രേക്ക് ആണ്, ഇതൊരു പാസ്റ്റ് തോട്ട് പാറ്റേൺ ആണ് എന്ന് അവർക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ വെറി പോസ്റ്റ്പോൺമെന്റ് എന്ന് പറയുമ്പോൾ തോട്ട് വരുന്നോ ഇപ്പോൾ വേണ്ട എന്നുള്ള രീതിയിൽ. അതേപോലെ എനിക്കിപ്പോൾ ഒരു ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെ ആൻസൈറ്റിയെ ഞാൻ ഹാൻഡിൽ ചെയ്യും, എനിക്കൊന്നും സംഭവിക്കാനില്ല എന്നുള്ള രീതിയിലേക്ക് അവരെ കൊണ്ടുപോകണം. അതേപോലെ ചലഞ്ചിങ് മെറ്റാകോഗ്നിറ്റീവ് ബിലീഫ്, ആ ഒരു സംഭവത്തെ കുറിച്ചുള്ള വിശ്വാസങ്ങൾ പൂർണ്ണമായിട്ട് മാറ്റുന്ന രീതിയിൽ. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എനിക്ക് റിലാക്സേഷൻ കിട്ടും എന്നുള്ള രീതിയിൽ ആ പാറ്റേൺ മാറി ചിന്തകളെ നിങ്ങൾ വിടുക, റിലാക്സേഷൻ ഇങ്ങനെയല്ല എടുക്കേണ്ടത്, റിലീഫ് ഇങ്ങനെയല്ല എടുക്കേണ്ടത് എന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കി. റെഡ്യൂസിങ് റൂമിനേഷൻ ആണ്. ആ റൂമിനേഷൻ കൂടുതലായിട്ട് ഈ ഡിപ്രഷനുള്ള ആളുകൾക്കായിരിക്കും വരിക. അപ്പൊ പാസ്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് റിപ്പീറ്റഡ് ആയി ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ആ ഏത് രീതിയിൽ എന്തെങ്കിലും സംഭവത്തെ കുറിച്ച് നമ്മൾ വിശദമായി അന്വേഷിക്കുക, അത് വീണ്ടും വരാൻ സാധ്യതകളുണ്ടോ, വന്നു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത്. പിന്നെ അറ്റൻഷൻ റീഫോക്കസിങ് ആണ്. അവർക്ക് അറ്റൻഷൻ ത്രെട്ടിൽ നിന്ന് മാറ്റിയത്, എന്തെങ്കിലും ത്രെട്ട് നിരന്തരമായിട്ട് വരുന്ന ഒരാൾക്കാണെങ്കിൽ സൗണ്ട്, അതേപോലെ എന്തെങ്കിലും കാര്യം പേടി വരുന്ന ഒരാളാണെങ്കിൽ അതിൽ നിന്നും മാറ്റിയെടുക്കുക. കാരണം അത് പിന്നെ അത് വരുന്നത് ചെറിയ ആ ഒരു സൗണ്ട് എവിടെ നിന്നാണ്, അവർക്ക് അറ്റൻഷൻ അല്ലെങ്കിൽ ആ ഒരു ത്രെട്ട് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നത് അതിനെ കുറിച്ച് പൂർണ്ണമായി ഒബ്സർവ് ചെയ്തിട്ട് ശരീരത്തിൽ എന്തൊക്കെയാണ് പിന്നെ അതേ മനസ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് കറക്റ്റ് ആയിട്ട് അവർക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഇൻഫർമേഷൻ കൊടുക്കുക. ഒബ്സർവ് ചെയ്യുന്നതിന് പകരം അത് ചെറിയ റിലീഫ് ചെയ്ത് ഒന്ന് പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് ഈ ഒരു തെറാപ്പി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ പിന്നെ അതേപോലെ നമുക്ക് ഒരു ഡിപ്രഷനുള്ള ആളുകൾക്ക് നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് ഈ ഒരു തെറാപ്പി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പറഞ്ഞ ടെക്നിക്കുകൾ മൊത്തത്തിൽ നമ്മൾ ഉപയോഗിക്കുക. അവിടെ കോർ ഐഡിയ എന്ന് പറയുന്ന അവരുടെ ഇപ്പോൾ പാസ്റ്റ് ആണ്, അവരുടെ സംഭവത്തെ കുറിച്ച് അവർ എന്തിനെ കുറിച്ചിട്ടാണ് ഓവർ തിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെൽഫിനെ കുറിച്ച് അവർക്ക് എന്താണ് യഥാർത്ഥത്തിൽ അവരെ കാര്യങ്ങൾ പറയാനുള്ളത്, പിന്നെ അവരെ യഥാർത്ഥത്തിൽ പ്രസന്റിൽ പ്രോബ്ലം എന്താണ്, എന്തിൽ നിന്നാണ് അവർക്ക് ഈ ഒരു ബുദ്ധിമുട്ടിലേക്ക് അവർ വന്നിട്ടുള്ളത്. അവിടെ നമ്മൾ കോഗ്നിറ്റീവ് അറ്റൻഷൻ സിൻഡ്രോം പൂർണ്ണമായിട്ട് മനസ്സിലാക്കുക. ആ ഒരു കാസ്റ്റ് സിസ്റ്റം, വെറി, റൂമിനേഷൻ, തോട്ട് സപ്രഷൻ അല്ലെങ്കിൽ മോണിറ്ററിങ് ഏത് പാറ്റേണിൽ കൂടെയാണ് അവർക്ക് മുന്നോട്ട് പോകുന്നത്. പിന്നെ അതേപോലെ ഈ ഒരു സംഭവത്തെ കുറിച്ചുള്ള ആ ഒരു ബിലീഫ് സിസ്റ്റം ഏതൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് കറക്റ്റ് ആയിട്ട് അറിയുക. പിന്നെ അതിനുശേഷം നമുക്ക് ടെക്നിക്കുകൾ, ആ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ ഏതൊക്കെയാണ് ഡിപ്രഷന് കൊടുക്കാൻ പറ്റുന്നത്. റെഡ്യൂസ് റൂമിനേഷൻ തന്നെയാണ്. പാസ്റ്റിനെ കുറിച്ചുണ്ടായിരുന്ന സംഭവത്തെ കുറിച്ച് അവർക്ക് ഏതൊക്കെ രീതിയിലാണ് അതിൽ നിന്ന് മാറ്റിയെടുക്കുക. പിന്നെ ഷിഫ്റ്റ് അറ്റൻഷൻ ഔട്ട്വേർഡ്, അതാണ് അവിടെ ATT ഉപയോഗിക്കുക, അറ്റൻഷൻ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും അവർ പ്രസന്റ് മൊമെന്റിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ അവരെ ബിലീഫ് സിസ്റ്റം മാറ്റിയെടുക്കുക, ആ ഒരു ചിന്തകളെ കുറിച്ചുള്ള ഏത് രീതിയിലാണ് ബിലീഫ് ഉള്ളത്. പിന്നെ ആക്ടിവിറ്റി ലെവൽ കൂട്ടുക, എന്തിൽ നിന്നാണ് അവർ ഡൗൺ ആയിട്ടുള്ളത് അതൊരു നമ്മൾ പ്രസന്റ് ആക്ടിവിറ്റീസ് എന്ത് കൊടുക്കാം, സുഹൃത്തിനെ വിളിക്കാം, നടക്കാൻ പറഞ്ഞേക്കാം, പുസ്തകങ്ങൾ വായിക്കാം, ജേണൽ കൊടുക്കാം, അങ്ങനെ ഏത് രീതിയിലാണ് അവർക്ക് അതിലൂടെ ഉണ്ടായിരിക്കണം നമ്മൾ ആക്ടിവിറ്റി ചെയ്തുകൊണ്ട് അവരെ മൂഡ് മാറ്റുന്ന രീതിയിലാണ് ഡിപ്രഷന് നമ്മൾ കൊടുക്കേണ്ടത്. ഇനിയിപ്പോ അതിന് പ്രധാനമായിട്ടും ഒരു അസസ്മെന്റ് ടൂൾസുകൾ ഏതൊക്കെയാണ് ഈ ഒരു MCTയിൽ. പ്രധാനമായിട്ടും MCQ എന്ന് പറയുമ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ടൈപ്പ് ആണ്, ഒരു OMR ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ മെറ്റാകോഗ്നിഷൻ ക്വസ്റ്റ്യൻ MCQ ഫസ്റ്റ് പറയുന്നത് അവരെ ബിലീഫ് സിസ്റ്റങ്ങളും അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള പിന്നെ തന്റെ ചിന്തകൾ എങ്ങനെയൊക്കെയാണ്, എനിക്ക് ചിന്തകൾ കൺട്രോൾ ചെയ്യാം, അതിൽ അഞ്ച് കാര്യങ്ങൾ, 5 സബ് സ്കെയിലാണ് ഇതിൽ വരുന്നത്. അപ്പൊ അത് സ്കെയിലിൽ നിന്ന് അവരെ ചിന്തകൾ പൂർണ്ണമായും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ഏത് രീതിയിലാണ് മനസ്സിലാക്കുക. അപ്പൊ ഇതിൽ ക്വസ്റ്റ്യൻസ് ഏകദേശം വരുന്നത് ഒരു 100ഓളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. സ്കോർ വരുന്നത് ടോട്ടൽ 120 ആണ്. അപ്പൊ അതിൽ നിന്ന് നമുക്കൊരു ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു 60ന്റെ മുകളിൽ 70ന്റെ മുകളിലേക്ക് ചിന്തകൾ തന്നെയാണ് പ്രശ്നം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മറ്റൊന്ന് പെൻ സ്റ്റേറ്റ് വെറി ക്വസ്റ്റ്യൻസ് ആണ്.
ഇതിലും ഒരു 16 ഐറ്റംസേ ഉള്ളൂ. ഇതിലും ഒരു പോയിന്റ് വരുന്നത് 1 to 5 വരെ വരുന്നുണ്ട്. സ്കോറിംഗ് വരുന്നത് ടോട്ടൽ 80 ആണ്. അതിൽ എബോവ് 60ന്റെ മുകളിലാണ് ഹൈ വെറീസ് ഉണ്ടാവും, അയാൾക്ക് ആ ഒരു സംഭവത്തെ കുറിച്ച് വെറീഡ് ആണ് എന്നുള്ളത്. പിന്നെ റൂമിനേറ്റീവ് റെസ്പോൺസ് സ്കെയിലാണ്, അത് ഡിപ്രഷന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അയാൾ എന്താണ് ഈ ഡിപ്രഷനുള്ള റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, പ്രോബ്ലം ഏതൊക്കെ രീതിയിൽ അയാളെ ബാധിച്ചിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടി. ടോട്ടൽ സ്കോറിംഗ് വരുന്നത് ഐറ്റംസ് വരുന്നത് 22 ആണ്. സ്കോറിംഗ് വരുന്നത് എബോവ് 60 ആണ്. എബോവ് 45ന്റെ മുകളിലൊക്കെ ആണെങ്കിൽ ആൾക്ക് റൂമിനേറ്റീവ് പാസ് ആയിട്ടുള്ള സംഭവത്തെ കുറിച്ച് മാത്രം പ്രശ്നമുള്ളത്. പിന്നെ കാസ് ആണ്, കോഗ്നിറ്റീവ് അറ്റൻഷൻ സിൻഡ്രോം എന്നുള്ളതാണ്. അത് നമ്മൾ സെൽഫ് റിപ്പോർട്ടായിട്ട് എഴുതേണ്ടതാണ്. അയാൾക്ക് ഓരോ ചോദ്യങ്ങൾ അതിലുണ്ടാവും, പക്ഷെ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ ഇതിലൂടെ കൊടുക്കുക എന്നുള്ളത്. ഇന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് നമുക്ക് ലൈഫിൽ ഈ ഒരു സംഭവിച്ചിട്ടുള്ളത്, ബുദ്ധിമുട്ടുള്ളത്. അപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് അസസ്മെന്റ് ടൂൾസുകളും ഈ ഒരു തെറാപ്പിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ ആണോ? യെസ് സർ. യെസ്. സാർ ഈ അസസ്മെന്റ് ടൂൾസ് കൂടെ ഇടുവോ ഇതിന്റെ കൂടെ? ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കാം. സാറ് നമ്മള് ഒരു പേഷ്യന്റ് നമ്മളടുത്ത് വരുമ്പോൾ നമുക്ക് ക്ലയൻസ് വരുമ്പോൾ നമുക്ക് CBT അല്ലേ മെയിൻ ആയിട്ട് വരുന്നത്, ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആണ് CBTയില്? നമ്മൾ ഒരു നോർമൽ ആയിട്ട് നമ്മളൊരു കേസ് വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് 4 പാറ്റേണിൽ കൂടെയാണ്. പെട്ടെന്നൊന്നും CBT നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് തന്നെ റിയാലിറ്റി തെറാപ്പി ആൻഡ് ലോഗോ തെറാപ്പി, RBT, CBT, ഈ ഒരു പാറ്റേണിലാണ് നമ്മൾ കേസ് ഹാൻഡിൽ. റിയാലിറ്റി തെറാപ്പി എന്ന് പറയുന്ന ക്ലയന്റിനെ കുറിച്ച് പൂർണ്ണമായിട്ട് വിവരങ്ങൾ അന്വേഷിക്കുക, കളക്ഷൻ എടുക്കുക. റിയാലിറ്റി ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷെ ലോഗോ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അയാൾക്ക് എന്താണ് ആവശ്യം, ഈ ഒരു പ്രശ്നം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം. RBT എന്ന് പറയും ഈ ഒരു സംഭവത്തെ കുറിച്ചിട്ടുള്ള അയാളെ ബിലീഫ് സിസ്റ്റം എന്താണ്. പിന്നെ CBT എന്ന് പറയും അയാളെ തോട്ട് പാറ്റേൺ ഏതൊക്കെ രീതിയിൽ മാറ്റിയെടുക്കാം. ഈ ഒരു 4 പ്രോസസ്സിംഗ് ആണ് നമ്മൾ സെഷനിൽ കൊണ്ടുപോകണം. ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ ആദ്യത്തെ അസസ്മെന്റ് എടുക്കുന്നതിന്റെ കൂടെ താൽക്കാലികമായിട്ടൊരു ഇയാൾക്ക് റിലീഫ് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പാറ്റേൺ. ഞാനൊക്കെ ഇങ്ങനെയാണ് ചെയ്യാറ്. റിയാലിറ്റി തെറാപ്പി, അതേപോലെ ലോഗോ, അതിനുശേഷം RBTക്ക് ശേഷം CBT, ഈ ഒരു പാറ്റേണിൽ. അപ്പൊ നമുക്ക് തന്നെ എന്താണ് ഇതിൽ ആക്ടിവിറ്റീസ് ഒന്നും അധികം വരില്ല. ആ ഒരു കറക്റ്റ് നമ്മൾ അസസ്മെന്റ് എടുക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു, നല്ലൊരു റാപ്പ് ബിൽഡപ്പ് ഉണ്ടാക്കുന്നു, പിന്നെ അടുത്ത സെഷനിലേക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. ഈ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പൊ നോർമലായിട്ട് നമുക്ക് MSc റിപ്പോർട്ട് എടുക്കാം, ഇതൊന്നും ഇല്ലാണ്ട് തന്നെ അവരെ കാര്യങ്ങൾ കേൾക്കാം, MSc റിപ്പോർട്ട് എടുക്കാം. പക്ഷെ അതിന് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഇന്റർവെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. ക്ലയന്റിന്റെ ഒരു അടുത്ത സെഷന് നമ്മുടെ മുമ്പിൽ വരാൻ താല്പര്യം ഉണ്ടായി കൊടുക്കണമെന്നില്ല. അപ്പൊ ഈ ഒരു പാറ്റേൺ നമ്മൾ കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പ്രശ്നത്തെ കുറിച്ച് തന്റെ പ്രശ്നം ഇതാണ് തിരിച്ചറിവ് പെട്ടെന്ന് ഒരു സെഷൻ തന്നെ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഒരു നല്ല കോൺഫിഡൻസ് അയാൾക്ക് ഉണ്ടാവും. ഞാൻ എത്തിപ്പെട്ടത് നല്ലൊരു സ്ഥലത്താണ്, എന്റെ പ്രയാസങ്ങൾ ഇവിടുന്ന് മാറാനുള്ള സാധ്യതകളുണ്ട്, ഇപ്പൊ അടുത്ത സെഷന് വന്നു കഴിഞ്ഞാൽ ഞാൻ ഓക്കെ ആവും, ഇന്ന ആക്ടിവിറ്റി ഇയാൾ പറഞ്ഞത് ആക്ടിവിറ്റി വീട്ടിൽ പോയി ചെയ്യാം എന്നുള്ളതൊക്കെ ആപ്പ് ഇതിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതേ സമയത്ത് നമ്മൾ സാറിന്റെ കോഴ്സ് ഇല്ലേ CBT, അതിലൂടെ ഇതെല്ലാം ഇൻക്ലൂഡ് ആവുന്നുണ്ടോ? അതിലെല്ലാം ഇൻക്ലൂഡ് ആണ്. ഓക്കെ. അതിൽ നമുക്കൊരു ക്ലയന്റ് വന്ന ഒരു ചെയ്യാനുള്ള രീതി കംപ്ലീറ്റ് ഇൻക്ലൂഡ് ആയിരിക്കും അല്ലെ? അത് 3 മന്ത് അത് കോഴ്സിലാണ് അത് 3000 വരുന്നത്. അല്ല, നമ്മൾ 5 ദിവസത്തല്ലല്ലോ, ഈ 3 മാസത്തെ കോഴ്സിലല്ലേ അത് ഫുള്ള് വരുന്നത്? 3 മന്തിലാണ് അതിൽ വരുന്നത്. 5 ഡേയ്സിൽ നമുക്കൊരു അങ്ങനെ അത് സമയം ഉണ്ടാവില്ല. ബേസിക് ആയിട്ട് ഒരു ഐഡിയാസ് മാത്രമേ. ഞാൻ അഡ്മിഷൻ എടുത്തതാണ്, ചേർന്നിട്ടില്ല, അഡ്മിഷൻ എടുക്കാൻ നിൽക്കാണ്, അതാണ് ചോദിച്ചത്. അല്ല, CBT എടുക്കുമ്പോ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കും. ഇപ്പൊ ഈ കോഴ്സ് സാറ് ചെയ്യുന്നുണ്ടോ എക്സ്ട്രാക്ട്? ഇത് ഞാനൊരു പാറ്റേൺ പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് ഈ ഒരു ലെവലിൽ പോവുകയാണെങ്കിൽ മാത്രം ഇതൊക്കെ CBT നമ്മൾ ഉൾപ്പെടുന്നതാണ്. ഓക്കെ. അപ്പൊ CBT കാരണം എവിടെ നമ്മുടെ സൈക്കോതെറാപ്പിയിൽ ഫൈനൽ സ്റ്റേജ് എവിടെയാണ് നിൽക്കുന്നത്, CBTയിലാണ് നിൽക്കുന്നത്. അതേ സമയത്ത് ഞാൻ CBT ഫസ്റ്റ്, നിങ്ങളിപ്പോ DBT ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം CBTയിലേക്ക് പോകുന്നു, അതിനുശേഷം റിയാലിറ്റിയിലേക്ക് പോകുന്നു, അതിനുശേഷം ലോഗോയിലേക്ക് വരുന്നു, പിന്നെ DBTയിലേക്ക് വരുന്നു. നമ്മൾ എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരു 4ാമത്തെ പൊസിഷനിൽ കൊണ്ടുവരിക. എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ നമുക്ക് പിന്നെ ഇന്റർഗ്രേറ്റ് ആ ഒരു അപ്രോച്ചാണ് എപ്പോഴും വേണ്ടത്. അതേപോലെ കാരണം ചില സാഹചര്യം ഇപ്പോ ഈ പറഞ്ഞതുപോലെ എക്ലറ്റിക് അപ്രോച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മനസ്സ് തോന്നിയ ചില കാര്യങ്ങൾ എപ്പോഴും ഈ ഒരു തെറാപ്പിക് ടൂള് ചിലപ്പോൾ മനസ്സിലേക്ക് വരണമെന്നില്ല. അപ്പൊ ആ ഒരു ഫസ്റ്റ് സെഷൻ നമുക്ക് എന്തെങ്കിലും കൈകാര്യം ചെയ്തെന്ന് വെച്ചപ്പോൾ പല തെറാപ്പിയും നമുക്ക് അതൊക്കെ എടുക്കേണ്ടി വരും. പക്ഷെ പിന്നെ അടുത്ത സെഷനിലേക്ക് വരുന്ന സമയത്ത്
അയാൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ വ്യക്തമായി CBT മാത്രം അല്ലെ RBT മാത്രം അല്ലെ DBT മാത്രം ഏതാണ് നിങ്ങൾ കൊടുക്കാൻ ഉപയോഗിക്കുന്ന തെറാപ്പി അതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. താങ്ക് യു. ഈ CBT 5 days കോഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? 5 ഡേയ്സിൽ ഒരു ഫസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ബേസിക് ആയി എന്താണ് ഒരു CBT അല്ലെങ്കിൽ അതിന്റെ തിയററ്റിക്കൽ ഫൗണ്ടേഷൻ ആണ്. സെക്കൻഡ് ഡേയ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡിപ്രഷനിൽ എങ്ങനെയൊക്കെയാണ് ഈ ഒരു CBT ഉപയോഗിക്കാം. അതിനുശേഷം തേർഡ് ആങ്സൈറ്റി, അതേപോലെ OCD, പേഴ്സണാലിറ്റി ഡിസോർഡർ. 5 ഡേയ്സിൽ ഇതിങ്ങനെ സിമ്പിൾ. ഇപ്പൊ നമ്മൾ 3 മന്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഫസ്റ്റ് ഡേ എന്ന് പറയുന്ന തിയററ്റിക്കൽ പാർട്ട് തന്നെ 13ഓളം സെഷൻ ഉണ്ട്. അത് നമുക്ക് തിയററ്റിക്കലി എന്താണ് CBT എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഫസ്റ്റ് കൊടുക്കുന്നില്ല. എല്ലാം ഡീപ്പായിട്ട് എത്ര ടൂളുകൾ അതിലുണ്ട് ഡീപ്പായിട്ട് 14ഓളം 15ഓളം സെഷനുകൾ നമ്മൾ എടുത്തിട്ടാണ് മെയിൻ ഇൽനെസ്സിലേക്കും പറഞ്ഞ OCD, പിന്നെ ഡിപ്രഷൻ, പേഴ്സണാലിറ്റി ട്രേറ്റ്സുകൾ, നമുക്ക് എന്തൊക്കെ മെന്റൽ ഇൽനെസ്സിൽ CBT ഉണ്ട് അതൊക്കെ കൊടുക്കാൻ പറ്റും എന്നുള്ളത് 3 മാസം കൊണ്ട് കവർ ചെയ്യും. ഏകദേശം 30 സെഷനോട് 3 മാസത്തെ കോഴ്സ് എപ്പോഴാണ് തുടങ്ങുന്നത്? അതിന് നമ്മള് ഏപ്രിൽ 1 തുടങ്ങുന്നുണ്ട്. ഫസ്റ്റ് വീക്ക് തന്നെയാണ്. സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് അല്ലേ? അതെ. സാറേ എറണാകുളത്ത് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടോ സാറേ? എറണാകുളത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതുവരെ ആയിട്ടില്ല. അപ്പൊ നമ്മൾ എന്തായാലും നെക്സ്റ്റ് മന്തോടൊക്കെ സ്റ്റാർട്ട് ചെയ്യും. എല്ലാ ജില്ലയിലും നമ്മൾ തുടങ്ങാൻ ഓഫ്ലൈൻ തുടങ്ങുന്നുണ്ട്. ഓഫ്ലൈൻ വേറെ ഡിസ്ട്രിക്ട് എവിടെയാ ഉള്ളത്? ഇപ്പൊ നിലവിൽ നമ്മളിപ്പോ എറണാകുളത്ത് അല്ലാണ് ഇപ്പൊ നമ്മളെ അക്കാദമിയിൽ തന്നെയാണ് നടക്കുന്നത്. ഇനിയിപ്പോ എല്ലാ ജില്ലയിലും ആളുകളെ ബേസ് ചെയ്ത് നമ്മൾ ഉണ്ടാവും, നടത്തുന്നുണ്ട്. കണ്ണൂരിൽ വരാൻ ചാൻസ് ഉണ്ടോ? നോക്കാം, ആള് കൂടുതൽ കാലൊക്കെ വരുന്നതനുസരിച്ച്. അപ്പൊ അക്കാദമി ആണല്ലോ തീരുമാനിക്കേണ്ടത്, എനിക്ക് എങ്ങനെ പറയാൻ പറ്റും. ഓഫ്ലൈൻ ക്ലാസ്സുകൾക്ക് കൂടുതൽ പ്രയോജനം കിട്ടുന്നത് തോന്നല്, അതുകൊണ്ടാണ് മറ്റേ ഓൺലൈനൊക്കെ. അതെ, നമുക്ക് നടത്താം ഏതായാലും. ഇപ്പൊ മെറ്റാകോഗ്നിഷൻ ഒക്കെ എല്ലാരും ഒന്ന് ആപ്ലിക്ക് ചെയ്ത് നോക്കട്ടെ ഒരു കേസൊക്കെ വരുന്ന സമയത്ത്. കാരണം കുറച്ചുകൂടി നമുക്ക് സിമ്പിൾ ആയിട്ട് തോന്നുന്നത് സിമ്പിൾ പറഞ്ഞുതരൂ. മെറ്റാകോഗ്നിഷനും റൂമിനേഷനും എങ്ങനെയാ വർക്ക്ഔട്ട് ചെയ്യാന്നൊന്ന് പറഞ്ഞുതരൂ. മെറ്റാകോഗ്നിഷൻ എന്താ പറയുമ്പോ അവര് പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാവുമല്ലോ നമ്മളോട്. ഇപ്പൊ ഈ സംഭവത്തെ കുറിച്ച് അയാള് എന്തെങ്കിലും ഇപ്പൊ ഒരു ഡിപ്രഷൻ ഒരു കേസ് നമ്മളോട് പറയാണ്. അയാള് ഇപ്പോ പിന്നെ ഒരു സംഭവത്തെ കുറിച്ച് മുമ്പ് ഏതെങ്കിലും ഒരു ഇൻസിഡൻസ് അയാൾ ലൈഫിൽ നടന്നു, അല്ലെങ്കിൽ പറയാം ഒരു കേസ് പറയുകയാണെങ്കിൽ ഒരു ഡൈവോഴ്സ്ഡ് ആയിട്ട് ഒരു ഫാമിലിയെ വന്നു നമ്മുടെ മുമ്പിൽ. ആള് ഡൈവോഴ്സ് ആയതിനു ശേഷമാണ് ഡിപ്രഷൻ ഇതിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ ഈ ഒരു സമയത്ത് അയാൾക്ക് നമുക്കൊന്നറിയാം, പിന്നെ അത് കറക്റ്റ് ആയിട്ട് ആ റൂമിനേഷൻ തന്നെയാണ്. അതായത് പാസ്റ്റിൽ നടന്നിട്ടുള്ള ആ ഒരു സംഭവത്തിന് ശേഷമാണ്, ഈ ഡൈവോഴ്സ്ഡ് ആയതിനു ശേഷമാണ് ഇയാൾ ഈ ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോ അവിടെ നമുക്ക് ഏത് രീതിയിലാണ് മെറ്റാകോഗ്നിഷൻ ഉപയോഗിക്കേണ്ടത് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ഈ ഡൈവോഴ്സ് ഇൻസിഡൻസിനെ കുറിച്ചിട്ടുള്ള അയാളുടെ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ്, അയാൾ അത് ശരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും, അല്ലെങ്കിൽ സ്വന്തം പാർട്ട്ണറുടെ നിർബന്ധമാണോ, അല്ലെങ്കിൽ ഇയാൾ ലൈഫിൽ ഇത് അനുഭവിച്ച അല്ലെ ആവശ്യമുണ്ടായിട്ടുള്ള നടന്നിട്ട് ഡൈവോഴ്സ് ആണോ, എന്തിനെ കുറിച്ചിട്ടാണ് അയാളെ വെറീസ് നമ്മൾ നോക്കുക. പിന്നെ അതേപോലെ റൂമിനേഷനിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു സംഭവത്തെ കുറിച്ച് റിപ്പീറ്റഡ് ആയ ചിന്തകൾ വരുന്നു. എന്റെ ജീവിതം നഷ്ടപ്പെട്ടു, എനിക്കൊന്നും ലൈഫിൽ എവിടെയും ഉണ്ടാകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവിടെയും വന്നു. അതേ സമയത്ത് അടുത്ത ത്രെഡ് മോണിറ്റർ, ഈ ഒരു ട്രിഗർ തന്റെ ലൈഫിൽ മുമ്പ് നടന്നിട്ടുള്ള ഓരോ ഇൻസിഡൻസും ത്രെഡ് അയാൾ ലൈഫിൽ ഇങ്ങനെ റിമൈൻഡ് ആയിട്ട് ഒരു മോണിറ്റർ പോലെ അയാളെ ചിന്തകൾ നിരന്തരമായിട്ട് വരുന്നുണ്ടോ. അതേപോലെ ഒരു തോട്ട് കൺട്രോൾ, അയാൾക്ക് ഇങ്ങനെ ഈ ഒരു ടെൻഷനും ഈ സങ്കടമൊക്കെ വരുന്ന സമയത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ. ഇതാണ് മെറ്റാകോഗ്നിഷൻ. ഈ ഒരു പാറ്റേൺ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മൾ ഈ പഠിച്ചിട്ടുള്ള ടൂൾസുകൾ കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ആദ്യം കൊടുക്കേണ്ടത് അറ്റൻഷൻ ആണ്. അറ്റൻഷൻ ATT കൊടുക്കുക. ഒരു സ്പെസിഫിക് ആയിട്ട് അവരെ കാമാക്കാൻ ശ്രമിക്കുക എന്നുള്ള ഒരു റൂമിന്റെ ഉള്ളിലേക്ക് ഇരുത്തിയിട്ട് അവരോട് എത്ര ശബ്ദങ്ങളാണ് നിങ്ങളിപ്പോ കേൾക്കുന്നത്, ആ ശബ്ദങ്ങൾ ഒരു 3-4 ശബ്ദങ്ങൾ കേട്ട് ഒന്ന് മാത്രം ഫോക്കസ് ചെയ്യാൻ പറയും. ഒന്ന് ഫോക്കസ് ചെയ്ത് രണ്ടാമത് എന്ത് ചെയ്യാം, രണ്ടാമത്തെ ശബ്ദത്തിലേക്ക് കൊണ്ടുപോവുക. മൂന്നാമത്തെ ശബ്ദങ്ങൾ എന്താണ്, ഇവിടെ മിക്സ് ആയിട്ട് എത്ര ശബ്ദങ്ങൾ കേൾക്കുക, അവരെ റിയൽ ലൈഫിലേക്ക് കൊണ്ടുപോകുക. ഇതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചതായിരുന്നു ഈ ഒരു ഡൈവോഴ്സ് കേസ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആവശ്യമില്ല, അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു ബെറ്റർ ലൈഫ് ഉണ്ട്, അവിടെയാണ് എൻകറേജ്മെന്റ് ആൻഡ് മോട്ടിവേഷൻ കൊടുക്കേണ്ടത്. എന്നിട്ട് അതേപോലെ ബിഹേവിയർ എക്സ്പെരിമെന്റ് കൂടെയാണ് ഈ വരുന്ന ചിന്തകൾ. നിങ്ങൾ ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾ മുമ്പ് നിങ്ങൾക്ക് ഡൈവോഴ്സ് നിർബന്ധമായിരുന്നു,
അതുകൊണ്ടാണ് നിങ്ങളെ തീരുമാനം നല്ലതായിരുന്നു. നിങ്ങളെ മുമ്പിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റികൾ ഉണ്ട്. നമ്മൾ സംസാരത്തിലൂടെയാണ് ഈ കൊടുക്കുക. ഒരുപാട് ആക്ടിവിറ്റീസ് കൊടുത്തിട്ടല്ല നമ്മൾ കൊടുക്കേണ്ടത്. മെറ്റാകോഗ്നിഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ചിന്താ രീതിയിലുള്ള ആ ബിലീഫ് സിസ്റ്റത്തെ നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് സംസാരത്തിലൂടെ തന്നെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു സർ. മെയിൻ ആയിട്ട് ഡിപ്രഷൻ ഉള്ള ആൾക്ക് ആ റൂമിനേഷൻ തന്നെ ഓക്കെ ആക്കി കഴിഞ്ഞ് പാസ്റ്റ് ഇവന്റ്സിനെ കുറിച്ചുള്ള അവരുടെ പ്രശ്നങ്ങളൊക്കെ കണ്ടെത്തിയാൽ തന്നെ നമുക്ക് ഓക്കെ അവരെ നിലവിലുള്ള കുറെ കാര്യം ശ്രദ്ധിക്കാൻ പറ്റും. തരുമോ സാറേ? ഇതിന്റെ റെക്കോർഡിംഗ് തരുമോ? ആ റെക്കോർഡ് ഗ്രൂപ്പിൽ വരും. റെക്കോർഡിംഗ് PPT എല്ലാ മെറ്റീരിയൽസ് എല്ലാം ഗ്രൂപ്പിൽ വരും കേട്ടോ. ഒരു ലേറ്റ് ആയി കയറിയ കാരണ്ടേ നെറ്റ് പ്രശ്നമായിരുന്നു, അതുകൊണ്ട്. ആ റെക്കോർഡിംഗ് ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ രാവിലെ വരും, അല്ല രാത്രി തന്നെ വരും. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പൊ വേറൊന്നും ചോദിക്കാനില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത ആഴ്ച പുതിയൊരു ടോപ്പിക് ആയിട്ട് വരാം. അല്ല, ഇത് DBTയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അല്ലേ? അതെ അതെ. ഓക്കെ, താങ്ക് യു. ഗുഡ് താങ്ക് യു നൈറ്റ് സർ. ഓൾ. താങ്ക് യു സർ. Thank you, sir. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു.